നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ദിനങ്ങളുടെ നമ്മുടെ ചിന്തയ്ക്കായി നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. കർത്താവായ യേശുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനത്തിന് തൊട്ടു മുൻപ് ദൂതഗണത്തിൽ ഒരുവനായ ഗബ്രിയേൽ എന്ന ദൂതൻ യഹൂദന്മാരുടെ പട്ടണമായ ബേത്ലഹേം എന്ന പട്ടണത്തിൽ വന്നിട്ട് ആട്ടിടയന്മാരുടെ വംശത്തിൽ ജനിച്ച ദാവീദിന്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ട മറിയം എന്ന ഒരു സ്ത്രീയോട് പറയുന്ന വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചില ദിനങ്ങൾ നമുക്ക് ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 32-ാം വാക്യം വായിച്ചാൽ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം വായിച്ചാൽ, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശ്രോതാക്കളായി നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്താണ് ഇപ്പോൾ നാം ഇവിടെ വായിച്ചു കേട്ടത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ മനുഷ്യാവതാരമെടുത്ത് ഈ ലോകത്തിലേക്ക് വരുന്ന അതിന് തൊട്ടു മുൻപായി സ്വർഗത്തിലെ ദൂതഗണങ്ങളിൽ ശ്രേഷ്ഠനായൊരു ദൂതൻ ബേത്ലഹേം എന്ന പട്ടണത്തിൽ വന്നിട്ട് മറിയം എന്ന പെൺകുട്ടിയോട് പറയുന്ന ചില വാക്കുകൾ നമുക്ക് കാണാം. 7 കാര്യങ്ങളാണ് മറിയത്തോട് ഗബ്രിയേൽ പറയുന്നത്. അതിൽ 4 കാര്യങ്ങൾ നിവർത്തിക്കപ്പെട്ടിട്ടുള്ളതും ശേഷിപ്പുള്ള 3 കാര്യങ്ങൾ ഇനിയും നിവർത്തിപ്പാൻ പോകുന്നതുമാണ്. ഈ ആഴമേറിയ വിഷയം ഓടിച്ച് പെട്ടെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധ്യമല്ല. എങ്കിലും ഇതിൻ്റെ ഒരു ചെറിയ രൂപരേഖ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ മനസ്സിൽ വരച്ചു തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വായിച്ച തിരുവെഴുത്ത് ഇങ്ങനെയാണ്: അവൻ വലിയവനായി തീരും, അവൻ്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും, അവൻ്റെ രാജ്യത്തിന് ഒരിക്കലും അന്തം വരികയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ലോകത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ലോകം ദുരിതത്തിന്റെ ചുഴിയിൽപ്പെട്ട് ഏറ്റവും നിരാശയുടെ അടിത്തട്ടിലേക്ക് താണുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതത്തിലെ ദിനപത്രം നിങ്ങൾ വായിച്ചോ? യൂറോപ്പിനെ 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിന് ഏറ്റവും വലിയ നടുക്കിയ സംഭവമായിരുന്നു കഴിഞ്ഞ ദിനങ്ങൾ ഫ്രാൻസിലുണ്ടായ ഭീകരാക്രമണങ്ങൾ. 100 കണക്കിന് ആളുകൾ മരിച്ചു, 100 കണക്കിന് ആളുകൾ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു. ഫ്രാൻസ് മുഴുവൻ ഞെട്ടിവിറച്ചു. സമീപ രാജ്യങ്ങളായ യൂറോപ്പിലെ പല രാഷ്ട്രങ്ങളും ഏതു സമയവും ഭീകരാക്രമണം ഉണ്ടാകുമെന്നുള്ള ഭയത്തിൽ അവരുടെ വലിയ വലിയ പ്രസ്ഥാനങ്ങളും പ്രശസ്തമായ എയർപോർട്ടുകളും എല്ലാം അടച്ചുപൂട്ടുകയാണ്. പ്രഭാതത്തിലെ ന്യൂസ് പേപ്പറിൽ നിങ്ങൾ കണ്ടില്ലേ എത്ര ഭീകരതയേറിയ ഒരു അവസ്ഥയാണ് ഫ്രാൻസിൽ സംഭവിക്കുന്നത്. ലോകത്തിലേക്ക് ഒരു നിമിഷം നിങ്ങൾ കണ്ണോടിച്ചു നോക്കിയാൽ ലോകം ഒരു വലിയ ദുരിതത്തിന്റെ ഘോഷയാത്ര ഇന്ന് മനുഷ്യനെ പിൻഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ മനുഷ്യന്റെ ദീർഘകാലത്തെ കഠിനാധ്വാനത്താൽ അവൻ നേടിയെടുത്ത അറിവും അതിൻ്റെ പ്രായോഗിക വശങ്ങളിൽ കൂടെ മനുഷ്യർക്കുണ്ടായ പുരോഗമനവും മനുഷ്യനെ വളരെ ഉന്നതനാക്കി എന്നുള്ളത് സത്യമാണ്. 100 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ ഈ കോട്ടയം പട്ടണത്തെ കുറിച്ച് പഠിച്ചാൽ ഇന്ന് നമ്മൾ കാണപ്പെടുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് പിന്നിലായിരുന്നു ദൈവമക്കൾ. ഓരോ ദിവസം കഴിയും തോറും മനുഷ്യന്റെ അറിവ് ഉയരങ്ങളിലേക്ക് കുതിച്ച് ഇരതേടി ഉയരത്തിൽ പറക്കുന്നൊരു പക്ഷിയെ പോലെ മനുഷ്യൻ അറിവിൽ നിന്ന് അറിവിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുക. സംഭവം യാദൃശ്ചികമല്ല. ഇന്നേക്ക് 2600ഓളം വർഷങ്ങൾക്ക് മുൻപ് ബാബിലോണിയ പ്രവാസത്തിലേക്ക് പോയ വിശുദ്ധ തിരുവെഴുത്തിലെ 27ാമത്തെ പുസ്തകം എഴുതിയ ദാനിയേൽ എന്ന പ്രവാചകൻ ഇവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അന്ത്യകാലത്ത് ബുദ്ധിമാന്മാർ എഴുന്നേറ്റു വരും. വലിയ ബുദ്ധിമാന്മാർ അന്ത്യകാലത്തിൽ ലോകാവസാനത്തിന് മുൻപായി എഴുന്നേറ്റു വരുമെന്ന് ഭക്തനായ ദാനിയേൽ തന്റെ പ്രവചനത്തിന്റെ അവസാന വാക്കുകളിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ആഗോളവ്യാപകമായി ആ വാക്കുകൾ നിവർത്തിക്കപ്പെടുകയാണ്. ശാസ്ത്രീയമായ പുരോഗതിയിൽ മനുഷ്യന് ഉയരങ്ങളിലേക്ക് എത്തുന്നു. മറുഭാഗം നിങ്ങളൊന്ന് നോക്കിക്കാട്ട്, മനുഷ്യൻ ധാർമ്മികമായി അധപ്പതിച്ച് നശിച്ചു പോകുന്ന മൃഗത്തെക്കാളും ഹീനമായി പോയിക്കൊണ്ടിരിക്കുക. ലോകത്തിൽ എവിടെ നോക്കിയാലും മനുഷ്യൻ ഇന്ന് സമാധാനമില്ല. അനർത്ഥങ്ങളുടെ ഒരു ഘോഷയാത്ര ലോകത്തെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക.
ഓരോ ദിവസവും നമ്മുടെ പക്കൽ ലഭിക്കുന്ന വാർത്താ മാധ്യമങ്ങളുടെ സംഭവങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ പ്രാണൻ ഞെട്ടിവറയ്ക്കുക. ലോകം ആർക്ക് നിയന്ത്രിക്കാൻ ഒക്കും? മത നേതാക്കന്മാർക്കോ, രാഷ്ട്രീയ നേതാക്കന്മാർക്കോ, സൈനാധിപന്മാർക്കോ, പോലീസ് ഓഫീസർമാർക്കോ ഒന്നും ലോകത്തിൽ സമാധാനം കൊണ്ടെത്തിക്കാൻ കഴിയുന്നില്ല. തങ്ങളാൽ ആവുകയോളം അവർ ശ്രമിക്കുന്നു എന്നുള്ള നഗ്ന സത്യം ലോകം അറിയാതെ വണ്ണം ഇന്ന് അധാർമികതയുടെ അഴുക്കുചാലിലേക്ക് ഭരണകർത്താക്കന്മാർ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ കൈക്കൂലിയൊക്കെ വാങ്ങി മനസ്സാക്ഷി നേരെന്ന് പറഞ്ഞിട്ട് മനസ്സാക്ഷി ഇപ്പോൾ ഏത് ഗ്രൂപ്പാണെന്നുള്ളത് സംശയിക്കത്തക്ക രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ കേരളക്കരയുടെ പോക്ക് പോലും. എത്ര ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ദൈവമക്കളെ, ലോകമെമ്പാടും പിടിച്ചൊലയ്ക്കുകയാണ്. ആളിക്കത്തുന്ന ഒരു പുരയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഞാൻ സുരക്ഷിതനാണെന്ന് അട്ടഹസിക്കുന്ന ഒരു പ്രാന്തന്റെ ഗതിയാണ് ഇന്ന് ലോകത്തിന്റെ ഗതി. എവിടെ നോക്കിയാലും മനുഷ്യൻ ഇന്ന് സമാധാനമില്ല. നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ദേശത്ത് മാത്രമാണ്. UNO അംഗീകരിക്കപ്പെട്ട 192 രാജ്യങ്ങളുടെ കണക്കെടുത്താൽ അതിലേറെക്കുറെ സമാധാനവും നീതിയും പുലർത്തുന്ന ഒരു രാജ്യം നാം ജനിച്ചു വളർന്ന ഭാരതഭൂമിയാണ്. മറ്റു പല രാജ്യങ്ങളുടെയും ഗതി എടുത്തു നോക്കിയാൽ അരാജകത്തിന്റെ അഴുക്കുചാലിൽ അവർ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ലോകത്തിലെമ്പാടും മനുഷ്യൻ ഞെട്ടിവിറയ്ക്കുന്നു. സാമ്പത്തിക തകർച്ച മനുഷ്യന്റെ പ്രാണനെ ഉലയ്ക്കുകയാണ്. ഒരു കാലത്ത് മേൽക്കോയ്മയോട് മുഴു ലോകവും ചുറ്റിത്തിരിഞ്ഞ യൂറോപ്പിലെ പല രാഷ്ട്രങ്ങളും ഇന്ന് പട്ടിണി രാജ്യങ്ങളാണ്. നമ്മൾ അമ്പരന്നു പോകും. ഏറിയ വർഷം ഇന്ത്യ ഭരിച്ചിരുന്ന ആ യൂറോപ്പിലെ പല രാജ്യങ്ങളും സ്വന്തം ജനതയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത വണ്ണം ദാരിദ്ര്യത്തിന്റെ അടിത്തട്ടിൽ താണുകൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിലുപരി ഭീകരവാദം ഭൂമിയിൽ പടർന്നു പിടിക്കുന്നു. ഒരു ചെറിയ ഉറുമ്പിനെ ഞെരടിക്കൊല്ലുന്ന വില പോലും കൽപ്പിക്കാത്ത വണ്ണം ഭീകരത ഭൂമിയിലേക്ക് വരികയാണ്. ആര് പറഞ്ഞിട്ടാണ്, എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നെന്ന് ചോദിച്ചാൽ മറുപടി ഇല്ലാതെ ലോകം അന്താളിച്ചു നിൽക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് നാം നോക്കിയാൽ മനുഷ്യൻ സമാധാന സ്നേഹികളാണ്. മറുഭാഗത്ത് എല്ലാ ലോകരാഷ്ട്രങ്ങളും ആയുധപ്പുരകളെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്ത കാലത്ത് ഒരു ബുക്കിൽ വായിച്ചു, ഒരു ബട്ടൺ അമർത്തിയാൽ ഭൂമിയെ 154 പ്രാവശ്യം ഒന്നിന് പിന്നാലെ ഒന്നായി ചുട്ടരിക്കാൻ ശേഷിയുള്ള ആറ്റമിക് ആയുധങ്ങൾ ആയുധശാലകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടാണ് ഇന്ന് പല ലോകരാഷ്ട്രങ്ങളും സമാധാനം പ്രഖ്യാപിക്കുന്നത്. സാമ്പത്തിക തകർച്ച ഒരു ഭാഗത്ത് പടർന്നു പിടിക്കുന്നു, മറുഭാഗത്ത് ഭീകരവാദം ഉണ്ടാകുന്നു. യുദ്ധകൊതിയന്മാരായ ഭരണകർത്താക്കന്മാർ ലോകത്തിൽ ആയുധപ്പുരകളെ കൂട്ടുന്നു. അതിലുപരിയായി ഭയങ്കരമായ പകർച്ചവ്യാധി. ഏതാണ്ട് 1984 ശേഷം മെഡിക്കൽ ഫീൽഡിൽ പുതിയതായി മരുന്നുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നാണ് അവയെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവർ പറയുന്നത്. എന്നാൽ അതിനുശേഷമുള്ള കാലഘട്ടം നിങ്ങൾ നോക്കിയാൽ ഇപ്പോഴേക്ക് 100 കണക്കിന് പുതിയ പുതിയ രോഗങ്ങൾ മനുഷ്യൻ കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ക്യാൻസർ വരികയാണെങ്കിൽ അവനൊരാശ്വാസമുണ്ട്, ഒരു 5-6 വർഷം കഴിഞ്ഞ് അവൻ മരിക്കത്തുള്ളൂ. എന്നാൽ പനി വരുമ്പോൾ അവൻ പേടിക്കും, കാര്യം അടുത്ത നിമിഷം അവൻ മരിക്കും. ഈ രോഗം എന്തുകൊണ്ട്, ഇതിന്റെ പിന്നിൽ എന്താണ്, ഇതൊന്നും കഴിയുന്നില്ല ദൈവമക്കളെ. ഇന്ന് മനുഷ്യൻ ഏത് രോഗവുമായി ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തും. അവിടെ അവൻ ആന്റിബയോട്ടിക് കൊടുക്കും. ആന്റിബയോട്ടിക് ഒരു മരുന്നിന് ഉപകരിക്കുമ്പോൾ എതിർദിശയിൽ 5 ദോഷങ്ങൾ അവന്റെ ശരീരത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ജീവിക്കാനുള്ള കൊതി നിമിത്തം മനുഷ്യൻ ഇന്ന് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിലുപരിയായി പ്രകൃതിക്ഷോഭം. ഒരു കാലത്ത് ഭൂകമ്പമെന്നും സുനാമി എന്നൊക്കെ കേട്ടാൽ നമുക്കൊക്കെ ഒരു അത്ഭുത വിഷയമായിരുന്നു. എന്നാൽ ഇന്നതൊരു അത്ഭുതമല്ല ദൈവമക്കളെ. ഓരോ ദിവസവും 100 കണക്കിന് ഭൂകമ്പങ്ങളാണ് ലോകത്തിൽ പടർന്നു പിടിക്കുന്നത്. വാർത്താ മാധ്യമങ്ങളുടെ പുരോഗതിയോടുകൂടെ ലോകത്തിൽ നടക്കുന്ന ഏറ്റവും ചെറിയ കാര്യവും മനുഷ്യൻ പെട്ടെന്ന് അറിയും. മുൻപ് തന്നെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ഏബ്രഹാം ലിങ്കൻ, അദ്ദേഹം ഒരു നാടശാലയിൽ വെച്ച് വെടിയേറ്റ് മരിച്ചു. അവിടെ നിന്ന് അക്കാലത്ത് പോയ ഒരു ചരക്ക് കപ്പൽ യാത്ര തിരിച്ച് 3 മാസം കഴിഞ്ഞ് ലണ്ടൻ പട്ടണത്തിൽ വരുമ്പോഴാണ് ഏബ്രഹാം ലിങ്കന്റെ മരണവിവരം ലണ്ടൻ പട്ടണം അറിയുന്നത്. ഇന്നത്തെ ശാസ്ത്രീയ പുരോഗതി ഒന്ന് നിങ്ങൾ നോക്കുവിൻ. മെക്സിക്കോയിൽ ഒരു ഉണക്കത്തേങ്ങ വീണൊരുത്തൻ ചത്തുപോയാൽ കേരളത്തിലെ കോട്ടയം ജില്ലയിൽ ഒറ്റ സെക്കൻഡിനുള്ളിൽ അറിയും. മനുഷ്യൻ ഭൂമിയെ അവന്റെ ചൂണ്ടുവിരലിന്റെ തുമ്പിൽ നിർത്തത്തക്ക രീതിയിൽ ശാസ്ത്രം പുരോഗമിച്ചു ദൈവമക്കൾ. നിങ്ങൾ എവിടേക്ക് നോക്കിക്കോ,
ഓരോ ദിവസം കഴിയുന്തോറും മനുഷ്യൻ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകുകയാണ്. മറുഭാഗത്ത് അധാർമികത അണപൊട്ടി ഒഴുകുകയാണ്. ഭീകരവാദം കൂണുപോലെ കുരുക്കുകയാണ്. വർഗീയത വർദ്ധിച്ചു വരികയാണ്. ഈ അവസ്ഥയിൽ പോയാൽ നമ്മുടെ ഭാരതത്തിലും വർഗീയത വർദ്ധിച്ചു വന്നിട്ട് ഇത് ശവപ്പറമ്പായി മാറുമെന്നുള്ള നഗ്നസത്യം നാം ഒരിക്കലും മറക്കരുത്. എല്ലാറ്റിൻ്റെയും ഒരു അവസാനം വന്നെത്തി ദൈവമക്കളെ. നമുക്ക് നമ്മുടെ ചിന്താ വിഷയത്തിലേക്ക് കടന്നു വരാം. ഗബ്രിയേൽ എന്ന ദൂതൻ വന്ന് മറിയത്തോട് പറയുന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, നീ ഒരു വിശുദ്ധ പ്രജയെ പ്രസവിക്കും, അവൻ വലിയവനായി തീരും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാവീദിന്റെ സിംഹാസനം യേശുവിന് കൊടുക്കുമെന്ന് ഇന്നേക്ക് 2000-ഓളം വർഷങ്ങൾക്കപ്പുറം ബേത്ലഹേം എന്ന ചെറിയ പട്ടണത്തിൽ പാർക്കുന്ന ആ മറിയം എന്ന പെൺകുട്ടിയോട് സ്വർഗത്തിലെ ദൂതഗണങ്ങളിൽ ഒരുവനായ ഗബ്രിയേൽ പറയുകയാണ്. ദൈവ സിംഹാസനം എന്നുള്ള വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ സിംഹാസനം എന്ന വാക്കിന് 2 അർത്ഥമുണ്ട് ദൈവമക്കളെ. ഒന്ന്, സിംഹാസനം എന്ന വാക്കിന് അധികാരം എന്നുള്ളതാണ്. രണ്ടാമത്, സിംഹാസനം എന്നുള്ളതിന് സാമ്രാജ്യം എന്നുണ്ട്. കഴിഞ്ഞകാല ലോക ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കിയാൽ ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഏടുകളിൽ എഴുതപ്പെട്ട എത്രയോ അനേക മഹാന്മാരുടെ സിംഹാസനങ്ങൾ നമുക്ക് കാണാം. ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ കുടിയേറി ഇവിടെ അവർ കച്ചവടക്കാരായി വന്ന് ഉപായം പ്രയോഗിച്ച് ഭാരതത്തിലെ 618 രാജ്യങ്ങളെ ഏകീകരിച്ചുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി സ്ഥാപിച്ച് ദീർഘമായ 200ഓളം വർഷം അവർ ഭരിച്ചു. അവരുടെ ഭരണകാലത്ത് ഭാരതത്തിൽ 618 രാജാക്കന്മാരും അവരുടെ സിംഹാസനം ഉണ്ടായി. നമ്മുടെ കേരളം തന്നെ തിരുവിതാംകൂർ രാജാവെന്നും അത് കൊച്ചി രാജാവെന്നും ഇതുപോലെ മൈസൂറിൽ ടിപ്പു സുൽത്താൻ എന്നും ഇങ്ങനെയുള്ള അനേക മഹാന്മാരുടെ സിംഹാസനങ്ങൾ ഭാരത ചരിത്രത്തിൽ നമുക്ക് കാണാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിൾ ചരിത്രം പഠിക്കുമ്പോഴും ഇസ്രായേൽ ഭരിച്ച രാജാക്കന്മാരുടെ സിംഹാസനങ്ങളെ കുറിച്ചും യഹൂദ ഭരിച്ച രാജാക്കന്മാരുടെ സിംഹാസനത്തെ കുറിച്ചും സമകാലികരായി ജീവിച്ചിരുന്ന പാർസിയിലെ, അതുപോലെ ബാബിലോണിലെ, ഇതുപോലെ തന്നെ ഈജിപ്തിലെ ഭരണകർത്താക്കന്മാരുടെ സിംഹാസനത്തെ കുറിച്ച് പറയുന്നത് കാണാം. എല്ലാം വിശദമായി ചിന്തിപ്പാൻ നമുക്ക് സമയം പോരാ. വേദപുസ്തകം തന്നെ പഠിക്കുമ്പോൾ രാജാക്കന്മാരുടെ സിംഹാസനങ്ങൾ, രാജ്ഞിമാരുടെ സിംഹാസനങ്ങൾ, പ്രഭുക്കന്മാരുടെ സിംഹാസനങ്ങൾ എന്നൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കിതെല്ലാം വിശദമായി ചിന്തിപ്പാനുള്ള സമയം പോരാ. മാത്രമല്ല, ദൈവിക പദ്ധതിയുടെ പൂർണ്ണത ഒരിക്കലും നമ്മുടെ ചെറിയ മനസ്സിൽ ഉൾക്കൊണ്ട് നിർത്തുവാൻ സാധ്യമല്ല ദൈവമക്കളെ. മനുഷ്യബുദ്ധി കൊണ്ട് ദൈവം തമ്പുരാന്റെ പ്രവൃത്തിയുടെ പൂർണ്ണത നമുക്ക് ഗ്രഹിക്കുവാൻ സാധ്യമല്ല. നമ്മെ ബാധിക്കുന്ന 1-2 കാര്യങ്ങൾ മാത്രം നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ ഗബ്രിയേൽ പറയുന്നു, അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ദൈവം അനുവദിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ തുടർന്നുള്ള ദിനങ്ങളിൽ യേശുവിന് ലഭിക്കുന്ന സിംഹാസനത്തെ കുറിച്ചാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വേദപുസ്തകം ഞാൻ പറഞ്ഞല്ലോ, ബൈബിളിൽ അനേക രാജാക്കന്മാരുടെ സിംഹാസനമുണ്ട്. ഉദാഹരണം നമുക്ക് ഇസ്രായേൽ ചരിത്രം ഒന്ന് എടുത്തു പഠിക്കാം. അവർ ആഹാരം തേടി അവർ ഈജിപ്റ്റ് എന്ന ദേശത്തേക്ക് പോയി. അക്കാലത്തെ ഏറ്റവും പ്രശസ്ത സാമ്രാജ്യ ശക്തികളിൽ ഒന്നായിരുന്നു ഈജിപ്റ്റ്. ജോസഫ് ഏറിയ വർഷങ്ങൾക്ക് മുൻപ് അടിമ ബാലനായി അവിടേക്ക് വിൽക്കപ്പെട്ടു. പിൽക്കാലത്ത് കനാൻ എന്ന മനോഹര ദേശത്തു പടർന്നു പിടിച്ച ക്ഷാമനിമിത്തം ആഹാരം തേടി അബ്രഹാമിന്റെ വംശപാരമ്പര്യം ഈജിപ്തിലേക്ക് യാത്രയായി. അബ്രഹാമിന്റെ ആരാധനയിൽ വന്ന പെസഹ് നിമിത്തം നിന്റെ സന്തതിയും ഇസ്രായേലിൽ അടിമയായി പോകുമെന്നുള്ള ദൈവവാക്ക് നിമിത്തം ഫറവോൻ അടിമത്തത്തിലേക്ക് ഇസ്രായേൽ പോയി. ഏറിയ വർഷക്കാലം അവർ അവിടെ കിടന്നു. എന്നാൽ അവരുടെ കണ്ണുനീർ ദൈവം കണ്ടു. സ്വർഗം നിയോഗിച്ച കാലമായപ്പോൾ അടിമ കുടിലിൽ ജനിച്ച് അരമനയിൽ വളർന്ന ലേവനായ മോശ എന്നൊരു തടിച്ച നാവുള്ളവന്റെ മനസ്സിനെ ഉണർത്തി ദൈവം അവന് പ്രത്യക്ഷനായി അവന്റെ മനസ്സിലെ ആഗ്രഹത്തെ ഉണർത്തി അവൻ മുഖാന്തരം ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. 40ഓളം വർഷം വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ അവരെ നടത്തി. ആഴമേറിയ ചെങ്കടൽ കടത്തി കലങ്ങിമറിയുന്ന യോർദാനെ കടന്ന് കനാൻ എന്ന മനോഹര ദേശത്തേക്ക് എത്തി.
7 ജാതികളെയും അവരെ ഭരിച്ച് 31 രാജാക്കന്മാരെയും കീഴടക്കി യോശുവയുടെ നേതൃത്വത്തിൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ രാജ്യം വെട്ടിപ്പിടിച്ചു. തുടർന്ന് ആ രാജ്യം ഭരിച്ചിരുന്നത് ന്യായാധിപന്മാരായിരുന്നു ദൈവമക്കളെ. യോശുവയുടെ കാലം തുടങ്ങി പ്രവാചകനായ ശമൂവേലിന്റെ കാലം വരെ ദീർഘവർഷക്കാലം അവിടെ ന്യായാധിപന്മാർ ഭരിച്ചു. ശമൂവേൽ എന്ന പ്രവാചകൻ ന്യായപാലനം ചെയ്യും കാലത്താണ് ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. ഇന്ന് ലോകത്തിൽ നാം നോക്കിയാൽ ഇത്രമാത്രം പുരാതനമായ മറ്റ് രാജ്യങ്ങളൊന്നുമില്ല. ഇറാഖ് ഒരു പുരാതന രാജ്യമാണ്. ബൈബിളിൽ ഏറെക്കുറെ 4000 വർഷങ്ങൾക്കപ്പുറം തന്നെ ഇറാഖിന്റെ സംഭവ ചരിത്രങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. ഇന്നത്തെ ഇറാൻ അല്ലെങ്കിൽ പേർഷ്യ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ രാജ്യമാണ്. നമ്മുടെ ഭാരതത്തെ കുറിച്ച് പഠിച്ചാൽ 2580 വർഷങ്ങൾക്ക് മുൻപ് പാർസിയിലെ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ ഇന്ത്യ തുടങ്ങി ഇത്യോപ്യ വരെ പാർസിയുടെ രാജാക്കന്മാർ വാണതായി ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ലോകത്തിലെ പ്രഗത്ഭരായ അനേകരുടെ സിംഹാസനങ്ങളെ കാണാം. ഇസ്രായേൽ കനാൻ ദേശത്തേക്ക് വന്നു. അവരുടെ ആഗ്രഹപ്രകാരം ശമൂവേൽ എന്ന വയോധ്യനായ പ്രവാചകന്റെ കാലത്ത് യഹോവ ശൗൽ എന്നൊരുവനെ എഴുന്നേൽപ്പിച്ചു. ഈ ശൗൽ എന്ന രാജാവ് 40 വർഷം ഇസ്രായേലിനെ ഏകീകരിച്ചു. ചെതറിപ്പോയ 12 ഗോത്രങ്ങളെ ഏകീകരിച്ച് ഒരു നല്ല സൈന്യത്തെ കെട്ടിയുണ്ടാക്കി ചിട്ടയും ശീലവും ഉള്ള ഒരു ജാതിയാക്കി ഇസ്രായേലിനെ ചേർത്തു. 40 വർഷങ്ങൾക്ക് ശേഷം ശത്രുപാളയത്തിൽ നിന്ന് ഓടി ജീവരക്ഷാർത്ഥം യെരൂശലേമിന് കിഴക്കുള്ള ഗിൽബോവ പർവ്വതത്തിൽ വെച്ച് ശത്രുവിന്റെ കയ്യിൽ അകപ്പെടുമോ, അവർ തന്നോട് ക്രൂരത പ്രവർത്തിക്കുമോ എന്ന് ഭയപ്പെട്ട് സ്വന്തം ആയുധം നെഞ്ചത്ത് കുത്തിക്കയറ്റി ആത്മഹത്യ ചെയ്ത് ആ മഹാൻ അവിടെ അവസാനിച്ചു. അതിനുശേഷം അടുത്ത ഭരണകൂടം എഴുന്നേറ്റ് വന്നു. അത് ദാവീദിൻ്റെതായിരുന്നു. ആട് മേയിച്ച് അജപാലകനായി നടക്കും കാലത്ത് ദൈവം അവനെ കൊണ്ടുവന്ന് ദീർഘവർഷം ദൈവിക പദ്ധതി പ്രകാരം 30-ാമത്തെ വയസ്സിൽ യെരൂശലേമിനെ രാജാവാക്കി. അദ്ദേഹം 40 വർഷം യെരൂശലേമിൽ വാണു. തൻ്റെ 70-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. അതിനുശേഷം ആ സിംഹാസനത്തിന് അവകാശി തൻ്റെ പ്രിയ സന്തതിയായ സോളമനായിരുന്നു. സോളമൻ 20-ാമത്തെ വയസ്സിൽ ഇസ്രായേലിന് രാജാവായി. 40 വർഷം അദ്ദേഹം യെരൂശലേമിനെ വാണു. തൻ്റെ 60-ാമത്തെ വയസ്സിൽ മഹാനായ സോളമൻ വാർദ്ധക്യത്തിൽ മരിച്ചു. അതിനുശേഷമായി സോളമന് ശേഷം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സന്തതി ഭരണത്തിൽ വന്നു. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ രാഷ്ട്രം 2ആയി പിരിഞ്ഞു. യഹൂദ എന്നും ഇസ്രായേൽ എന്നും 2ആയി പിരിഞ്ഞു. ഏറിയ വർഷക്കാലം അവർ വീണ്ടും തമ്മിൽ തല്ലി അവർ ഭരിച്ചിരുന്നു. യാക്കോബിന്റെ 10 മക്കൾ ചേർന്ന് ഒരു ഗ്രൂപ്പും യാക്കോബിന്റെ 2 മക്കൾ ചേർന്ന് മറ്റൊരു ഗ്രൂപ്പുമായി ഇസ്രായേൽ യഹൂദ എന്ന 2 രാഷ്ട്രങ്ങൾ രൂപീകരിച്ചു. വർഷങ്ങൾ പലത് കടന്നുപോയി. എന്നാൽ ഏറിയ വർഷങ്ങൾക്ക് ശേഷം യഹൂദ രാജാക്കന്മാരുടെ പാപവും ദുഷ്ടതയും നിമിത്തം ദൈവം ഇറാഖിലെ ഭരണകർത്താവായ നെബൂഖദ്നേസർ എന്ന മഹാനെ വരുത്തി ഇസ്രായേൽ രാജ്യം അവന്റെ പക്കൽ കൊടുത്തു. അവൻ രാജ്യം ആക്രമിച്ചു. ആ രാജ്യം നഷ്ടപ്പെട്ടു. ഇന്നും ദാവീദിന്റെ സിംഹാസനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ആ കാര്യങ്ങൾ നാളെ രാത്രിയിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് ദൈവത്തിന്റെ സിംഹാസനം എന്നുള്ളതിനെ കുറിച്ചാണ്. വേദപുസ്തകത്തിൽ അനേക രാജാക്കന്മാരുടെ സിംഹാസനം പറയുന്നു, രാജ്ഞിമാരുടെ സിംഹാസനത്തെ കുറിച്ച് പറയുന്നു, പ്രഭുക്കന്മാരുടെ സിംഹാസനത്തെ കുറിച്ച് പറയുന്നു. സ്വർഗത്തിലേക്ക് നമുക്ക് ഒരു നിമിഷം കണ്ണോടിച്ചു നോക്കാം. സ്വർഗത്തിൽ ദൈവത്തിന്റെ സിംഹാസനമുണ്ട്. ഭക്തനായ ദാവീദ് ഒരിക്കൽ പാടിയിരിക്കുകയാണ്. 11-ാം സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യത്തിൽ വരുമ്പോൾ ദാവീദ് പറയുന്നു, യഹോവ തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ദൈവം ഒരു രാജാവാണ്. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. അവനൊരു സിംഹാസനമുണ്ട്, അത് സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. വീണ്ടും ഭക്തനായ യെശയ്യാ പ്രവാചകൻ ഈ സംഭവം കണ്ടിട്ട് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ പറയുന്നു, യഹോവ ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. സറാഫുകൾ അവന്റെ ചുറ്റും നിന്ന്, യഹോവ പരിശുദ്ധൻ
പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തു വിളിക്കുന്നത് ഞാൻ കേട്ടു. ഇനി അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ വരുമ്പോൾ ഭക്തനായ ദാനിയേൽ ദൈവത്തിന്റെ സിംഹാസനം കണ്ടിട്ട് പറയുന്നു, യഹോവ വയോധ്യനായ ഒരുവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു, 1000-10,000 പേർ അവന് ചുറ്റും ശുശ്രൂഷ ചെയ്യുന്നു. അവന്റെ സിംഹാസനത്തിൽ നിന്ന് ഒരഗ്നി നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ കണ്ടിട്ട് പറഞ്ഞു, അവന്റെ സിംഹാസനം ഉയർന്നും പൊങ്ങിയും ഇരിക്കുകയാണ്, സാറാഫുകൾ അതിന് ചുറ്റും അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാനിയേൽ കണ്ടിട്ട് പറയുന്നു, അവന്റെ സിംഹാസനത്തിൽ നിന്ന് അഗ്നി നദി ഒഴുകുന്നു. അടുത്ത പ്രവാചകനെ നമുക്ക് നോക്കാം. പേര് യിരെമ്യാവെന്നാണ്. യിരെമ്യാവ് പറയുന്നത്, യെരൂശലേം അത് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. യിരെമ്യാ പ്രവചനം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ വരുമ്പോൾ യിരെമ്യാവ് പറയുന്നു, യെരൂശലേം എന്നത് ദൈവത്തിന്റെ സിംഹാസനമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു നാൾ യേശു പറഞ്ഞു, സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദപീഠവുമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ദൈവം തമ്പുരാൻ ഒരു സിംഹാസനമുണ്ട്. ഇത് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനമാണ്. ഇത് സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതാണ്. ഈ സിംഹാസനത്തിൽ നിന്ന് അഗ്നി നദി ഒഴുകുന്നുണ്ട്. ഈ സിംഹാസനം അത് സ്വർഗമാണ്. പിതാവായ ദൈവത്തിന്റെ സിംഹാസനത്തെ കുറിച്ചാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കേട്ടത്. വിശദമായി വാക്യങ്ങൾ വായിപ്പാനുള്ള സമയം പോരാ ദൈവമക്കളെ. അപ്പോൾ ദൈവത്തിന്റെ സിംഹാസനം യെരൂശലേമാണ്. ദൈവത്തിന്റെ സിംഹാസനം വിശുദ്ധിയുടെ സിംഹാസനമാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. വിശുദ്ധ ബൈബിളിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കുമ്പോൾ അടുത്ത സിംഹാസനം ദൂതന്മാരുടെ സിംഹാസനമാണ്. ദൂതന്മാർക്ക് സിംഹാസനം ഉണ്ടായിരിക്കുമോ എന്നൊരു ചോദ്യം നമുക്ക് കാണാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു നാൾ യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, നിങ്ങൾ എൻ്റെ പിതാവിലും വിശ്വസിക്കണം. മലയാളം ട്രാൻസ്ലേഷനിൽ വരുമ്പോൾ അവിടെ ഒരു കുടുംബവുമായുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്നൊരു ചോദ്യമാണ്. എന്നാൽ അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ നോക്കിയാൽ ഇങ്ങനെയാണ്, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിലെ അനേക കൊട്ടാരങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. പിതാവിൻ്റെ രാജ്യത്തിൽ അനേക കൊട്ടാരങ്ങളുണ്ടെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ പറയുന്നു. ആരുടേതാണ് ഈ കൊട്ടാരങ്ങൾ? മനുഷ്യനോടുള്ള ബന്ധത്തിൽ പഠിച്ചാൽ അനന്തനിത്യതയുടെ വാസസ്ഥലങ്ങളിൽ 5 ഭാഗം നിങ്ങൾക്ക് ദർശിക്കാം. ഉദാഹരണമാണ് മോശ ഭൂമിയിൽ പണി കഴിപ്പിച്ച സമാഗമന കൂടാരം. ഈ 5 വാസസ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ യേശു പറഞ്ഞേനെ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ, പിതാവിൻ്റെ രാജ്യത്തിൽ 5 കൊട്ടാരങ്ങളുണ്ടെന്ന്. പക്ഷേ പറഞ്ഞത് അങ്ങനെയല്ല. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ അനേക കൊട്ടാരങ്ങളുണ്ട്. ആരുടേതാണ് ഈ കൊട്ടാരം? ദൂതന്മാരുടെ കൊട്ടാരങ്ങളുണ്ട്. അവിടെ അവരുടെ സിംഹാസനങ്ങളുണ്ട്. സാറാഫുകളുടെ കൊട്ടാരങ്ങളുണ്ട്, അവരുടെ സിംഹാസനങ്ങളുണ്ട്. ഇതുപോലെ തന്നെ കെരൂബുകളുടെ സിംഹാസനമുണ്ട്. ഇതെല്ലാം വിശദമായി ചിന്തിപ്പാൻ നമുക്ക് സമയം പോരാ. അപ്പോൾ ദൂതന്മാർക്ക് സിംഹാസനം ഉണ്ടായിരുന്നു. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വീണുപോയ ഒരു ദൂതനെ കുറിച്ച് അവിടെ പറയുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ അവന് ലൂസിഫർ എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. മലയാള ഭാഷയിൽ അരുണോദയ പുത്രനായ ശുക്ര എന്നാണ് വിളിച്ചിരിക്കുന്നത്. അരുണോദയൻ സൂര്യനാണ്. അരുണോദയന്റെ പുത്രനായ ശുക്ര എന്ന് വിളിച്ചുകൊണ്ട് യെശയ്യാ പ്രവാചകൻ അവനോട് സംസാരിക്കുകയാണ്. നീ എങ്ങനെ വീണുപോയി? ഉയരങ്ങളിൽ സ്വർഗത്തിലെ വാസസ്ഥലത്തിരുന്ന് നിനക്ക് എന്താണ് തകർച്ച സംഭവിച്ചെന്ന് യെശയ്യാ പ്രവാചകന്റെ ആത്മാവ് വീണുപോയ ലൂസിഫറിനോട് ചോദിക്കുമ്പോൾ ലൂസിഫർ വീഴ്ചയുടെ രഹസ്യം പറയുകയാണ്. എന്താണ് പറഞ്ഞത്? എൻ്റെ സിംഹാസനം ദൈവം തമ്പുരാന്റെ സിംഹാസനത്തിന് മീതെ വെക്കും എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. അതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാം, വീണുപോയ ഇവനൊരു സിംഹാസനം ഉണ്ടായിരുന്നു. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം മാത്രമെന്ന് വായിച്ചാൽ, ഞാൻ സ്വർഗ്ഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തരദിക്കിന് അതിർത്തി. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്,
ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം അവന്റെ സിംഹാസനത്തിന് മീതെ വയ്ക്കും. വീണുപോയ ലൂസിഫർ എന്ന ശ്രേഷ്ഠ ദൂതന് സിംഹാസനം ഉണ്ടായിരുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നത്. ദൂതന്മാർക്ക് സിംഹാസനങ്ങൾ ഉണ്ടായിരുന്നു. വേദപുസ്തകത്തിന്റെ ആഴങ്ങളിലേക്ക് ഇനി നിങ്ങൾ കടന്നു വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തില് സ്വർഗീയ ദർശനം കണ്ട വയോധനായ യോഹന്നാൻ പറയുന്നു, 24 മൂപ്പന്മാർ തങ്ങളുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ക്രൈസ്തവ സമൂഹത്തിന് ആകെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമാണ്. അതിന്റെ ആഴത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ പറയുന്നത് ദൈവസിംഹാസനത്തിന് ചുറ്റും 24 മൂപ്പന്മാരിയ്ക്കുന്നു. മഹാദൗത്യം കഴിഞ്ഞ് അല്ലെങ്കിൽ ശത്രുവായ സാത്താനെ കീഴടക്കി പാതാളവാതിൽ അടച്ചുപൂട്ടി ജയം പ്രാപിച്ച് ശത്രുവിനെ കൊള്ളയിട്ട് ചെല്ലുന്ന കർത്താവായ യേശുവിനെ കണ്ടപ്പോൾ 24 മൂപ്പന്മാർ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് കിരീടമൂരി മശിഹായുടെ കാൽക്കൽ വെച്ച്, കുഞ്ഞാടേ നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ എന്നവരാർത്തു പാടുകയാണ്. അപ്പോൾ അവർക്കും സിംഹാസനം ഉണ്ടായിരുന്നു. സ്വർഗത്തിലെ വാസസ്ഥലങ്ങളിൽ അവർക്ക് സിംഹാസനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ദൈവമക്കളെ, സാത്താന്റെ സിംഹാസനം. ഭൂമിയിൽ ഇന്ന് പല ദിക്കുകളിലും സാത്താന്റെ സിംഹാസനമുണ്ട്. വേദപുസ്തകം പഠിക്കുമ്പോൾ ചില രാജ്യങ്ങളുടെ മേൽ, ചില രാഷ്ട്രങ്ങളുടെ മേൽ ആവസിക്കുന്ന പൈശാചിക ശക്തിയെ കുറിച്ച് പറയുന്നു. ഉദാഹരണമായി ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ഒരു സാത്താന്യ ശക്തിയെ കാണാം. അത് ഇന്നത്തെ ഇറാഖിന്റെ മേലുള്ള ഒരു അന്ധകാര ശക്തിയാണ്. ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിനെ ആക്രമിച്ച് യെരൂശലേമിൽ നിന്നൊരു വലിയ സമൂഹത്തെ അടിമക്കയറിനാൽ ബന്ധിച്ച് അടിമയായി തന്റെ ദേശത്തേക്ക് കൊണ്ടുപോയി. പൂർവകാലം തുടങ്ങി തന്നെ യഹൂദന്മാർ ബുദ്ധിമാന്മാരാകൊണ്ട് തന്റെ രാജകൊട്ടാരത്തിലെ മറ്റു വിഷയങ്ങളിൽ, ഭരണകാര്യങ്ങളിൽ യഹൂദന്മാർക്ക് വലിയ പ്രാധാന്യം കൊടുത്തു. അങ്ങനെ പ്രാധാന്യം ലഭിച്ച ഒരു കുഞ്ഞു ബാലനായിരുന്നു വിശുദ്ധ ബൈബിളിലെ 27-ാമത്തെ പുസ്തകം എഴുതിയ പ്രവാചകനായ ദാനിയേൽ. സഹപ്രവർത്തകരായ അനേകർ പിൽക്കാലത്ത് യെരൂശലേമിലേക്ക് മടങ്ങി വന്നെങ്കിലും 103ഓളം വയസ്സ് പ്രായമുള്ളവനായി ദാനിയേൽ ഇറാഖിൽ തന്നെ മരിച്ചു. ഇപ്പോൾ നിങ്ങൾ ഇറാഖിൽ പോയി യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുള്ള പുരാതന കാല ചക്രവർത്തിമാരുടെ ശവകുടീരങ്ങൾക്കിടയിൽ ആരാമിക് ഭാഷയിൽ എഴുതിയ ഒരു ശവകുടീരമുണ്ട്. ഒരു ജനറൽ ഗവർണറുടെ ശവകുടീരമാണ്. ഇതാരുടെ ശവകുടീരമെന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിളിലെ 27-ാമത്തെ പുസ്തകത്തിന്റെ എഴുത്തുകാരനായ ദാനിയേൽ പ്രവാചകന്റെ ശവകുടീരമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ദാനിയേൽ എന്ന പ്രവാചകൻ ഒരു കാലത്ത് തന്റെ പക്കൽ മുൻഗാമിയായ യിരെമ്യാവ് എന്നൊരു പ്രവാചകന്റെ ചുരുള് കിട്ടി. ആ പ്രവാചകന്റെ ചുരുള് വായിച്ചപ്പോൾ യെരൂശലേമിന് ഉദ്ധാരണം ഉണ്ടാകുമെന്നുള്ളത് താൻ കണ്ടെത്തി. അതിന്റെ ആഴം അറിയേണ്ടതിന് താൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ദിനങ്ങൾ പലത് കടന്നുപോയി. 21 ദിവസം ദാനിയേൽ പ്രാർത്ഥിച്ചു. അവിടെ വളരെ ഔദ്യോഗികമായ ഉയർന്ന പദവി ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. എങ്കിലും ആ തിരക്കിനിടയിൽ യെരൂശലേമിനെ ഓർത്ത് 21 ദിവസം പ്രാർത്ഥിച്ചു. 21-ാം ദിവസം സന്ധ്യായാമത്തിങ്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മയക്കമുണ്ടായി. പെട്ടെന്നൊരു ദർശനം ഉണ്ടായി. ഗബ്രിയേൽ തന്റെ അടുക്കൽ വന്നു, പ്രിയപുരുഷനായ ദാനിയേലേ, നീ നിന്നെ തന്നെ താഴ്ത്താൻ മനസ്സു വെച്ചപ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് പോരുന്നതാണ്. കഴിഞ്ഞ 21 ദിവസമായി പാർസി രാജ്യത്തിലെ പ്രമുഖന്മാർ എന്നോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അവർ അനുവദിക്കാഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുക്കൽ വരാഞ്ഞത്. എന്നാൽ പ്രധാന പ്രഭുവായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. ഞാൻ അവരെ പാർസി രാജാക്കന്മാരോടുകൂടെ ആക്കിയിരിക്കുന്നു. അവിടെ ഉഗ്ര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിന്നോട് അറിയിപ്പാനുള്ള സന്ദേശവുമായി ഞാൻ നിന്റെ അടുക്കൽ വരികയാണ്. ഇന്നത്തെ ഇറാഖിൽ 2600 വർഷം മുമ്പ് ആധിപത്യം പിടിച്ച പൈശാചിക ശക്തി ഗബ്രിയേൽ എന്നൊരു ദൂതൻ സന്ദേശവുമായി ദാനിയേലിന്റെ അടുക്കൽ വരുമ്പോൾ ദാനിയേലിനോടുള്ള സന്ദേശം അറിയിക്കാതെ വണ്ണം അവനെ തടഞ്ഞത് പാർസി രാജ്യത്തിന്റെ പ്രഭുവാണ്. ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളുടെ മേലും പൈശാചിക ശക്തിയുണ്ട്.
വേദപുസ്തകം പഠിച്ചാൽ മൂന്നാം ലോക മഹായുദ്ധം എന്നൊരു ഭീകര യുദ്ധം എത്രയും വേഗം പൊട്ടിപ്പുറപ്പെടും. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തിയെ കുറിച്ച് പറയുമ്പോൾ റഷ്യ, മോസ്കോ, സൈബീരിയ എന്ന 3 രാഷ്ട്രങ്ങളുടെ പേര് വിളിച്ചിട്ട് അവരെ ഭരിക്കുന്ന അന്ധകാര ശക്തിയോടാണ്. പേര് മഗോഗ് എന്നാണ്. രോഷ്, മേശക്, തുബേൻ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുമെന്നാണ്. അത് മനുഷ്യനോടല്ല, പകരം ആ സാമ്രാജ്യം അടക്കി വാഴുന്ന പൈശാചിക ശക്തിയോടാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ 2-ാം അധ്യായം 13-ാം വാക്യത്തില് യോഹന്നാൻ സഭകൾക്ക് ദൂതെഴുതുമ്പോൾ ഒരു സഭയ്ക്ക്, പെർഗിമോസ് എന്ന സഭയ്ക്ക് നൽകുമ്പോൾ ഒരു വാക്കെഴുതുന്നു, നീ എവിടെ വസിക്കുന്നു എന്നും അവിടെ സാത്താന്റെ സിംഹാസനമുണ്ട് എന്നുള്ളതും നീ ഒന്ന് അറിഞ്ഞിരിക്കണം. വായിച്ചാൽ നീ എവിടെ പാർക്കുന്നു എന്നും, നീ എവിടെ പാർക്കുന്നു എന്നും, അത് സാത്താന്റെ സിംഹാസനം ഉള്ളിടമെന്നും, അത് സാത്താന്റെ സിംഹാസനം ഉള്ളിടമെന്നും ഞാൻ അറിയുന്നു. സാത്താന്റെ സിംഹാസനം ഉള്ളിടമാണ് പെർഗിമോസ് എന്ന ദേശമെന്ന് പരിശുദ്ധാത്മാവ് ഇപ്പോൾ യോഹന്നാനോട് പറയുകയാണ്. അപ്പോൾ ദൈവമക്കളെ, ദൈവത്തിന്റെ സിംഹാസനത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. രാജാക്കന്മാരുടെ സിംഹാസനത്തെ കുറിച്ച് നാം ചിന്തിച്ചു. ദൂതന്മാരുടെ സിംഹാസനത്തെ കുറിച്ച് നാം ചിന്തിച്ചു. വേദപുസ്തകത്തിൽ അനേക പ്രഭുക്കന്മാരുടെ സിംഹാസനമുണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാന്റെ സിംഹാസനത്തെ കുറിച്ചാണ്. യേശുവിന്റെ സിംഹാസനം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളോടൊരു 8 കൂട്ടം വിഷയം പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചാൽ നിങ്ങൾക്കൊന്നും പിടികിട്ടത്തില്ല. പ്രകൃതിയുടെ പ്രതിഭാസമായ മഴ അങ്ങിങ്ങൊക്കെ പെയ്യുന്നുണ്ട്. തണുത്ത കാറ്റടിച്ച് അനേകർ ഉറങ്ങിത്തുടങ്ങി. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി ദീർഘമായി പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകുകയില്ല. ദൈവം അനുവദിക്കുന്നെങ്കിൽ തുറന്നുള്ള ദിനം നമുക്ക് കുറേശ്ശെ ചിന്തിക്കാം. ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാന്റെ സിംഹാസനം എന്നുള്ള വിഷയം നമുക്ക് ചിന്തിക്കാം. യേശുവിന് സിംഹാസനമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും? അത് ആ സിംഹാസനത്തിന്റെ മഹത്വം എന്തായിരിക്കും? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തില് സഭയ്ക്ക് ദൂത് നൽകുമ്പോൾ ഒരു സഭയോട് പറയുന്നു, ജയിക്കുന്നവന് എന്റെ പിതാവ് തന്നതുപോലെ ഞാൻ എന്റെ സിംഹാസനം ജയിക്കുന്നവന് കൊടുക്കും. ഒന്ന് വായിച്ചാട്ടെ, 3:21. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അതൊരു വരമാണ് ദൈവമക്കളെ. നിത്യതയിൽ നിങ്ങൾ എത്തുമ്പോൾ ചില ദാനങ്ങളുണ്ട്, ചില അധികാരങ്ങളുണ്ട്, ചില കൃപയുണ്ട്, ചില വരങ്ങളുണ്ട്. ഇതിവിടെ നിങ്ങൾക്ക് കാണപ്പെടുന്നത് വരമായിട്ടാ പറയുന്നത്. ജയിക്കുന്നവന് എന്റെ പിതാവ് തന്നതുപോലെ എന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ ഞാൻ വരം കൊടുക്കുമെന്നാണ്. വെളിപ്പാട് പുസ്തകം 19 വരുമ്പോൾ കുഞ്ഞാടിന്റെ കാന്ത തന്നെത്താൻ ഒരുക്കി അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ വരമല്ല, അവിടെ ശുഭ്രവസ്ത്രത്തിന്റെ മറവിൽ ദൈവത്തിന്റെ കൃപയാണ്. സിംഹാസനത്തിന്റെ മറവിൽ കൃപയല്ല, അവിടെ സ്വർഗം നൽകുന്ന വരമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ യേശുവിന്റെ സിംഹാസനം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 4 ദിശകളിൽ നിന്നുകൊണ്ട് മശിഹായുടെ സിംഹാസനത്തെ കുറിച്ച് ചിന്തിക്കാം. അതിലൊന്നാമത്തേത് ആത്മീയ സിംഹാസനമാണ്. ദൈവമക്കളെ, മരണം വിട്ടുയർത്തു വന്ന മശിഹാ തമ്പുരാൻ ഇന്ന് മനുഷ്യ ഹൃദയങ്ങളിൽ വാഴുകയാണ്. തരുമശിഷ്യൻ തന്റെ അന്തിമ നിമിഷമായപ്പോൾ കാൽവറി ക്രൂശിൽ താൻ നേടിയെടുത്ത നിത്യരക്ഷയുടെ മനോഹരത്വം, ആ നിത്യരക്ഷയുടെ ദൗത്യം സകല ജാതികളോടും പ്രസംഗിക്കുവാൻ തന്റെ പിൻഗാമികളായ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. യേശു എന്താണ് പറയുന്നത്? നിങ്ങൾ സകല സൃഷ്ടികളോടും പ്രസംഗിക്കുക. അതിൽ ആര്യനെന്നോ ദ്രാവിഡനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ധനവാനെന്നോ ദരിദ്രനെന്നോ എന്നൊരു വ്യത്യാസമില്ല. യേശു എന്നത് ക്രൈസ്തവരുടെ ദൈവമല്ല, അത് മാനകുലത്തിന്റെ രക്ഷകനാണ്. പലർക്കും ഇതറിഞ്ഞുകൂടാ ദൈവമക്കളെ. ക്രിസ്ത്യാനികളുടെ ദൈവമാണ് യേശു എന്നൊരു ധാരണയാണ്. അത് തികച്ചും അബദ്ധമാണ്. യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. പകരം പാപം ചെയ്ത് പർദീസ നഷ്ടപ്പെട്ട മാനവരാശിയുടെ ഉദ്ധാരണത്തിനായി സ്വർഗം ഭൂമിയിലേക്ക് രക്ഷയ്ക്ക് നിയോഗിച്ചയച്ച വീണ്ടെടുപ്പുകാരനാണ് നമ്മുടെ യേശു. ഞാനും നിങ്ങളും ആരായിരിക്കുന്നു എന്നുള്ളതല്ല സ്വർഗം നോക്കുന്നത്. കർത്താവായ യേശു നിങ്ങൾക്കിപ്പോൾ ആരായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. പലർക്കും ഇതിന്റെ ആഴം അറിഞ്ഞുകൂടാ. അവർ തങ്ങളുടേതായ ഏതൊക്കെയോ അറിവ് തപ്പിപ്പിടിച്ചുകൊണ്ട് ഓടി നിത്യതയിലെത്താൻ ശ്രമിക്കുകയാണ്.
സഹോദരങ്ങളെ, നിങ്ങൾ ആരാണെന്നുള്ളത് സ്വർഗം ചോദിക്കുന്നില്ല. സ്വർഗത്തിൽ നിന്ന് അയച്ച യേശു നിങ്ങൾക്കാരാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതി ചേർത്തു: യേശു പിതാവിങ്കൽ നിന്ന് എനിക്ക് വീണ്ടെടുപ്പും ശുദ്ധീകരണവും നീതീകരണവും എന്റെ ജ്ഞാനവുമാകുന്നു. പൗലോസ്ലീഹായുടെ വിശുദ്ധി അത് യേശുവാണ്. പൗലോസ്ലീഹായുടെ ജ്ഞാനം അത് യേശുവാണ്. പൗലോസ്ലീഹായുടെ ആ വീണ്ടെടുപ്പ് അത് യേശുവാണ്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവൻ പിതാവിങ്കൽ നിന്ന് നമുക്ക് വീണ്ടെടുപ്പായി, നമുക്ക് ജ്ഞാനമായി, നമുക്ക് ശുദ്ധീകരണമായി. ഈ അറിവ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ചിലര് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ എന്തോ കായിക അഭ്യാസം കൊണ്ടങ്ങ് സ്വർഗത്തിൽ പോകാം. നമ്മുടെ കായിക അഭ്യാസം കൊണ്ടും നമ്മുടെ സെമിനാരി പഠനം കൊണ്ടും നമ്മുടെ വേദപുസ്തക പാണ്ഡിത്യം കൊണ്ടും ഒന്നും നമുക്ക് സ്വർഗത്തിൽ പോകാൻ ഒക്കത്തില്ല. ദൈവം ഒക്കുന്നില്ലെങ്കിൽ ദൈവം തമ്പുരാനോട് ഒക്കുന്നില്ല എന്ന് പറയുന്ന ഒരു പരമാർത്ഥത നമുക്കുണ്ടാകും. അടുത്ത കാലത്ത് ഒരു സ്നേഹിതനൊരു ഒരു സംഭവത്തിൽ ഒരു കഥ ഞാൻ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷേ ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായി. ഒരിക്കലൊരു വലിയ വ്യാപാരി, തനിക്ക് പിൻഗാമികൾ ഉണ്ടായിരുന്നില്ല, വലിയൊരു ബിസിനസ്സാണ്. അപ്പോൾ ആ ബിസിനസ് ആരെ ഏൽപ്പിക്കണമെന്ന് ഓർത്തു. താനിങ്ങനെ ദിനംതോറും ചിന്തിച്ച് ഒരു ദിവസം വാർത്താ മാധ്യമത്തിലിട്ടു: എൻ്റെ ബിസിനസ് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു, താല്പര്യമുള്ളവർക്ക് വരാം. കേട്ടപാടെ അനേകം മിടുക്കന്മാർ ഈ കമ്പനിയും അല്ലെങ്കിൽ വലിയ സ്ഥാപനം, ഇതിൻ്റെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇതെല്ലാം കണ്ട് ആർത്തിയോടെ വന്നു. അവരെല്ലാം മിടുക്കന്മാരാണ്. MBA കഴിഞ്ഞവർ, വലിയ വലിയ കമ്പനികൾ നടത്തിയിട്ടുള്ളവർ, വലിയ വലിയ കമ്പനിയുടെ ജനറൽ മാനേജരായിട്ടൊക്കെ ഇരുന്നവരാണ്. 4 പേരെ പുള്ളി സെലക്ഷൻ ചെയ്തു. 4 പേരും ബഹുമിടുക്കന്മാരാണ്. ഈ മുതലാളി അകത്തോട്ട് പോയിട്ട് ഒരു 4 വൃക്ഷത്തിന്റെ അരിയുമായി പുറത്തിറങ്ങി വന്നിട്ട് 4 പേരുടെ കയ്യിലും കൊടുത്തിട്ട് പറഞ്ഞു: ഇത് നിങ്ങൾ കൊണ്ടുപോയി പാകി കിളിപ്പിച്ച് നന്നാക്കി വളർത്തി ഇതെൻ്റെ അടുക്കൽ കൊണ്ടുവരണം. ഞാൻ നിങ്ങളുടെ പക്കൽ എൻ്റെ കമ്പനി ഏൽപ്പിച്ചാൽ നിങ്ങൾ അതെങ്ങനെ വളർത്തിയെടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. സന്തോഷത്തോടെ അവർ വീടുകളിൽ കൊണ്ടുപോയി ഭാര്യമാരോട് പറഞ്ഞു. ഉത്സാഹത്തോടെ നല്ല മൺചട്ടി വാങ്ങി നല്ല മണ്ണ് നിറച്ച് വെള്ളം കോരി ആകാംക്ഷയോടെ ഇരുന്നു. നിയമിക്കപ്പെട്ട കാലമായപ്പോൾ അതിലൊരാള് ഒരു മൺചട്ടിയുമായി വന്നു. നല്ല ഒരു ചെടി അതിനകത്ത് നീക്കി. അദ്ദേഹം പറഞ്ഞു: കൊള്ളാമല്ലോ, അങ്ങോട്ട് മാറ്റി വെച്ചാട്ടെ, കൊള്ളാം. ഇച്ചിരി കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ വന്നു. അതിനകത്ത് ചെടിയിൽ പൂ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഒന്നാമത് വന്നവൻ അല്പം ലജ്ജ തോന്നി. എന്നേക്കാൾ മെച്ചപ്പെട്ട ഒരുത്തൻ അപ്പുറത്ത് നിൽപ്പുണ്ടല്ലോ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ഒരുത്തൻ വന്നു. അവന്റെ പൂച്ചെടിയിൽ ഇപ്പോൾ പൂവും കായും ഉണ്ട്. ദൈവം 100% അവൻ ഉറപ്പിച്ചു, എനിക്കായിരിക്കും ഇത് കിട്ടുന്നത്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ നാലാമതൊരുത്തൻ വന്നു. ആകെ തലകുലിച്ച് ലജ്ജയോടെ അവനൊരു മൺചട്ടിയുമായിട്ട് പറഞ്ഞു: സോറി സാറേ, സാറ് തന്ന വിത്ത് ഞാൻ ഇതിൽ നട്ടു, ഞാൻ വെള്ളം കോരി നോക്കി സാറേ, പക്ഷെ അത് കിളിർത്തില്ല. ലജ്ജയോടെ പറയുന്നവനെ ഈ ഇദ്ദേഹം ഒന്ന് തുറിച്ചു നോക്കി: നീ അവിടെ മാറി നിന്നാട്ടെ എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി താൻ ഔട്ടായി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഈ 3 പേരെ വിളിച്ചിട്ട് പറഞ്ഞു: നിങ്ങൾ 3 പേരും പരമാർത്ഥികളല്ല. ഞാൻ നിങ്ങളുടെ പക്കൽ തന്ന വിത്ത് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ ജീവൻ കെടുത്തിയാണ് നിങ്ങൾക്ക് തന്നത്. നിങ്ങൾ എന്നോടുള്ള എൻ്റെ സമ്പത്തിനോടുള്ള ആർത്തി കൊണ്ട് ഞാൻ തന്ന വിത്ത് കിളുക്കാതെ വന്നപ്പോൾ നാട്ടിക്കിടന്ന ഏതോ ചപ്പും കാടും ഒക്കെ പറിപ്പിച്ച് അതിന് വെള്ളം കോരി നിങ്ങൾ അതും കൊണ്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ഇവനാണ് പരമാർത്ഥി. ഇവനെയാണ് ഞാൻ കമ്പനി ഏൽപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒക്കുന്നില്ലെങ്കിൽ തമ്പുരാനോട് ഒക്കുന്നില്ലെന്നുള്ളത് പറയാം. ഒക്കാത്ത ഒന്ന് ഒപ്പിച്ച് ചപ്പം കാടും കൊണ്ട് സ്വർഗത്തിൽ ചെന്നാൽ ദൂതന്മാർ നമ്മുടെ ചെവിക്ക് പിടിച്ച് പുറത്തെറിഞ്ഞു കളയും. പരമാർത്ഥതയാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകം. അപ്പോൾ അത് അവൻ പറഞ്ഞു: സാറേ, ഞാൻ വെള്ളം കോരി സാറേ, ഞാൻ സംരക്ഷിച്ചു സാറേ, ആ വിത്ത് കെട്ടതാണോ എന്ന് അറിഞ്ഞുകൂടാ, അത് കിളിർത്തില്ല സാറേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു: അതാണ് സത്യം. കാര്യം ഈ 4 വിത്തും വെള്ളത്തിലിട്ട് ചൂടാക്കി അതിൻ്റെ ജീവൻ കെടുത്തിയാണ് കൊടുത്തത്. ഇത് കിളുക്കത്തില്ലെന്ന് ഇദ്ദേഹത്തിന് അറിയാം. കിളുക്കത്തില്ലെന്ന് കണ്ടപ്പോൾ സമ്പത്തിനോടുള്ള ആർത്തി നിമിത്തം എവിടെ നിന്നോ തെങ്ങോ മാവോ ഒക്കെ നട്ട് ഒപ്പിച്ചോണ്ടങ്ങ് ചെന്നിരിക്കുകയാണ്. അപ്പൊ ദൈവമക്കളെ, ദൈവം നടാത്തതും ദൈവം കിളിപ്പിക്കാത്തതുമായ ഒന്ന് നിങ്ങൾ നട്ടു വെള്ളം കോരാൻ നടക്കണ്ട. പരമാർത്ഥതയോടെ ജീവിച്ചാട്ട് സ്വർഗത്തിന്റെ വാതിൽ അടയത്തില്ല. കാരണം നീ ആരാണെന്നുള്ളതല്ല വിഷയം, നിന്റെ യേശു നിനക്കാരാണ്. ഇന്ന് രാത്രി നമുക്ക് ഏറ്റുപറയാം: നീതിയുള്ള പരിശുദ്ധ പിതാവേ,
നീ ഭൂമിയിലേക്ക് അയച്ച യേശു എന്റെ വീണ്ടെടുപ്പുകാരനാണ്. യേശു എന്റെ നീതിയാണ്. യേശു എന്റെ ജ്ഞാനമാണ്. യേശു എന്റെ ശുദ്ധീകരണമാണ്. യേശു ജീവിക്കുന്നതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. വിശ്വസിക്കുന്നവർ, ആത്മധൈര്യത്തോടെ പറയുവാൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ദൈവമക്കളെ, നാം ആരായിരിക്കുന്നു എന്നുള്ളല്ല വിഷയം, നമ്മുടെ യേശു നമുക്കാരായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് യേശുവിന്റെ സിംഹാസനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഞാൻ പറഞ്ഞല്ലോ, വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ തന്റെ അന്തിമ നിമിഷത്തിൽ കരങ്ങൾ ഉയർത്തി ശിഷ്യന്മാരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. പറഞ്ഞതെന്താ? സകല സൃഷ്ടികളോടും പ്രസംഗിക്കും. അതിൽ യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ കറുത്തവനെന്നോ വെളുത്തനെന്നോ ആര്യനെന്നോ ദ്രാവിഡനെന്നോ ഒന്നുമില്ല. സകല സൃഷ്ടികളോടും പ്രസംഗിക്കണം. പ്രസംഗം കേട്ടവരെ സ്നാനപ്പെടുത്തണമെന്നല്ല, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നാണ്. കൺവെൻഷന് കൂടിയവരെ സ്നാനപ്പെടുത്താനല്ല പറഞ്ഞത്, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എൻ്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളയാണ്. അടുത്ത വാക്കേത്? ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുക. കർത്താവായ യേശുവിന്റെ സിംഹാസനത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ അതിലൊന്നാമത്തെ സിംഹാസനം ആത്മീക സിംഹാസനമാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ യേശു സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ നിങ്ങളോടൊരു മർമ്മം പറയാം. അതെന്താണെന്നറിയാമോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിന്റെ സിംഹാസനത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ അതിന് 4 ദിശകളിൽ നിന്ന് വീക്ഷിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഒന്നാമത്തെ വിഷയം ആത്മീക സിംഹാസനമാണ്. യേശു ഇന്ന് രാത്രി ഹൃദയവാതിക്കൽ നിന്ന് മുട്ടിവിളിക്കുകയാണ്. നിങ്ങൾ അവന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ യേശു നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. അവൻ രാജാവായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴും. യേശു രാജാവായി ഹൃദയത്തിൽ വാഴുമ്പോൾ ഉണ്ടാകുന്ന നന്മ എന്തെന്ന് നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രണ്ടാമതായി, യേശുവിന്റെ സിംഹാസനത്തെ കുറിച്ച് നാം പഠിച്ചാൽ അത് സിയോനിലാണ്. മശിഹാ മനുഷ്യാവതാരം എടുക്കുന്നതിന് 950 വർഷം മുൻപ് യേശുവിന്റെ തലമുറയിലെ 28ാം തലമുറക്കാരനായ ഭക്തനായ ദാവീദ് 2-ാം സങ്കീർത്തനത്തിൽ പാടി, ഞാൻ എന്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കും. വായിക്കാമോ വാക്യം? എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അപ്പോൾ യേശുവിന്റെ സിംഹാസനത്തിന്റെ രണ്ടാമത്തെ ഭാഗം അത് സിയോനിലാണ്. ദൈവമക്കളെ, മരണം വിട്ടുയർത്ത് നിത്യതയിലേക്ക് എത്തിയ യേശുവിന് പരിശുദ്ധ പിതാവ് 2 സ്ഥാനം നൽകി. ഒന്നാമത്തേത് സിയോനിലെ രാജത്വമായിരുന്നു. രണ്ടാമത് മൽക്കിസദേക്കിന്റെ ക്രമത്തിലുള്ള പൗരോഹിത്യമായിരുന്നു. യേശു രാജാവ്. അതുകൊണ്ട് എന്ത് ലഭിച്ചു? ത്രിവായിക വിശുദ്ധന്മാരെ, കുഞ്ഞാടിന്റെ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട ഭക്തന്മാരെ, നമ്മുടെ കർത്താവായ യേശു 1900 വർഷങ്ങൾക്ക് മുൻപ് മരണം വിട്ടുയർത്ത പിതാവിന്റെ അടുക്കൽ ചെന്ന് നമ്മുടെ യേശു സിയോനിൽ രാജാവായി. അതുകൊണ്ട് പുതിയ നിയമസഭയ്ക്ക് പരിശുദ്ധ പിതാവ് യേശു മുഖാന്തരം ദാനങ്ങളെ കൊടുത്തു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. സിംഹാസനത്തിന്റെ 3-ാം ഭാഗത്തേക്ക് വരാം. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിൽ നമുക്കത് വിശദമായി ചിന്തിക്കാം. ദൈവമക്കളെ, യേശുവിന്റെ സിംഹാസനത്തിന്റെ 3-ാമത്തെ വശമെന്ന് പറയുന്നത് ഈ ഭൂമിയിലെ സിംഹാസനമാണ്. യഹോയാക്കീം എന്ന രാജാവിന്റെ കയ്യിൽ നിന്ന് ഇന്നേക്ക് ഏറെക്കുറെ 2550 വർഷം മുമ്പ്, ശ്രദ്ധിക്കുക, യഹോയാക്കീം എന്ന യഹൂദ രാജാവിന്റെ കയ്യിൽ നിന്ന് ഇന്നേക്ക് 2500ഓളം വർഷങ്ങൾക്കപ്പുറം ദാവീദ് രാജാവിന്റെ സിംഹാസനം പോയി. ദാവീദ് രാജാവിന്റെ സിംഹാസനം ഇന്ന് ഭൂമിയിലില്ല. യഹോയാക്കീമാണ് അവസാന രാജാവ്. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ അവനെ പിടിച്ച് ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അവൻ അവിടെ കിടന്ന് ക്രമീകരിച്ച് ചത്തു. സിംഹാസനം ബാബേൽ രാജാവിന്റെ കയ്യിൽ പോയി. ഇന്നേക്ക് 2550 വർഷങ്ങൾക്കപ്പുറം യഹോയാക്കീമിന്റെ കയ്യിൽ നിന്ന് പദ്ധതി പാളിപ്പോയി. പിന്നെ ഇന്ന് വരെയും ദാവീദിന്റെ സിംഹാസനം അവരയിൽ കിട്ടിയിട്ടില്ല സഹോദരങ്ങളെ. തുടർന്ന് വിദേശികളുടെ കോളനി വാഴ്ചയായിരുന്നു.
84 വർഷം ബാബിലോണിയർ വാണു, 200 വർഷം പേർഷ്യക്കാർ വാണു, 13 വർഷം ഗ്രീക്കുകാർ വാണു, പിന്നെ 750 വർഷം റോമാക്കാർ വാണു. റോമാക്കാരുടെ കാലത്ത് യഹൂദന്മാരെ ഓടിച്ചു വിട്ടു. അവർ തെരുവുനായെ പോലെ ഭൂമിയിലെമ്പാടും ചെതറിപ്പോയി. ബ്രിട്ടീഷുകാരുടെ പക്കൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1 വർഷം കൂടെ കഴിഞ്ഞാണ് ഇസ്രായേലിന് സ്വാതന്ത്ര്യം കിട്ടി അവർ രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നത്. 1948 അവർക്ക് രാജ്യം കിട്ടിയത്. പക്ഷേ ഇന്ന് അവിടെ ജനാധിപത്യ ഭരണമാണ്. അവിടെ ദാവീദിന്റെ സിംഹാസനം പോയിട്ട് ദാവീദിന്റെ ഒരു കൊരണ്ടിപ്പലക പോലും അവിടെ ഇല്ല. അവിടെ ഭരിക്കുന്നത് മനുഷ്യൻ ഇലക്ഷൻ ചെയ്ത വോട്ടിട്ട് അവിടെ ഭരിക്കുകയാണ്. ഗബ്രിയേൽ പറഞ്ഞത് എന്താ? അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. നടന്നിട്ടില്ല, നടക്കും. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിൽ നമുക്ക് ചിന്തിക്കാം. അതാണ് മശിഹായുടെ 3ാമത്തെ സിംഹാസനം. 1 കൃപായിക വിശുദ്ധന്മാരെ നമ്മുടെ ഹൃദയങ്ങളിൽ യേശു സിംഹാസനം സ്ഥാപിച്ചിരിക്കുകയാണ്. അടുത്തത് യേശു ഇപ്പോൾ സിയോനിൽ തന്റെ സിംഹാസനത്തിൽ പിതാവിന്റെ വലത്തുവശത്തിരിക്കുകയാണ്. 3ാമതായി നാം ചിന്തിക്കുമ്പോൾ ദാവീദിന്റെ സിംഹാസനത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ഇരിക്കും. യെരൂശലേം എന്ന മനോഹരമായ ദേശം ദാവീദിന്റെ വംശത്തിൽ നിന്ന് കൈവിടപ്പെട്ട ശേഷം അവിടെ 7 സാമ്രാജ്യ ശക്തികൾ ഭരിക്കും. ഇസ്രായേൽ പാലസ്തീൻ നാടിന്റെ ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ അവിടെ 7 സാമ്രാജ്യ ശക്തികൾ ഭരിക്കും. അതിൽ ചിലത് കഴിഞ്ഞുപോയി, ഇനിയും ചിലര് വന്നു ചേരും. 2 സാമ്രാജ്യം കൂടെ വരാനുണ്ട്. 1 ബാബിലോണിയ, 2 മേദ്യ പാർസ്യ, 3 ഗ്രീക്ക്, 4 റോമൻ, 5 ഇപ്പോൾ ഭരിക്കുന്ന ജനാധിപത്യം, 6 യേശുക്രിസ്തു, 7 മശിഹ. ഇങ്ങനെ 7 പേർ ദാവീദിന്റെ പട്ടണത്തിൽ ഭരണം നടത്തും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതാണ് 1000 ആണ്ട് വാഴ്ച. നമുക്ക് പിന്നീട് അത് ചിന്തിക്കാം. 4ാമത്തെ സിംഹാസനം എന്ന് പറയുന്നത് ന്യായവിധിയുടെ സിംഹാസനമാണ്. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയൊക്കെയും പുത്രന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു നാൾ യേശു പറഞ്ഞു, ഒരിടയൻ തന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ആടുകളെ കോലാടും ചെമ്മരിയാടുമായി വേർപിരിക്കും. ഒരിടയൻ സിംഹാസനത്തിൽ ഇരിക്കും. അതാണ് മശിഹായിക്ക് പിതാവ് കൊടുത്ത ന്യായവിധിയുടെ സിംഹാസനം. എല്ലാവരും അവനെ ഭയപ്പെടേണ്ടതിനും ബഹുമാനിക്കേണ്ടതിനുമായി പിതാവ് സകല അധികാരവും യേശുവിന് കൊടുക്കുന്നു എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ 1ാമത്തെ സിംഹാസനത്തെക്കുറിച്ച് നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം ദൈവമക്കളെ. 1ാമത്തെ സിംഹാസനം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിച്ച സിംഹാസനമാണ്. ആ യേശുവിൻ്റെ സിംഹാസനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. യേശുവിൻ്റെ സാന്നിധ്യം വിട്ട് നമ്മൾ ഇടം വലം തിരിയരുത് ദൈവമക്കളെ. മശിഹാ എന്താണ് പറഞ്ഞെന്നറിയാമോ? നിങ്ങൾ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. നിങ്ങൾ അധർമ്മിയും പാപികളുമായിട്ടൊക്കെ ജീവിച്ചതാണ്. ഏതെങ്കിലും ഒരു ദിനം നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിലായിരിക്കാം. എനിവേ നിങ്ങളായിരുന്ന സമുദായ മാർഗത്തിലായിരിക്കാം. ചിലപ്പോൾ മനസ്സാക്ഷിയുടെ കുറ്റബോധം കൊണ്ട് നിങ്ങൾ നടുറോഡിൽ വെച്ചായിരിക്കാം. സുവിശേഷം കേട്ടൊന്നും ആയിരിക്കണമെന്നില്ല പലരും മനം തിരിയുന്നത്. അടുത്ത കാലത്ത് പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ എഴുതിയൊരു വാക്ക് ഞാനിങ്ങനെ വായിച്ചു. താനിങ്ങനെ തുടർച്ചയായി സിഗരറ്റ് വലിക്കുന്ന ആളായിരുന്നു. വലിയ എഴുത്തുകാരനാണ്, നോവൽ എഴുതുന്ന ആളാണ്, ഭയങ്കരമായ കൂർമ്മ ബുദ്ധിയുള്ള ആളാണ്. അപ്പോൾ താനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദുശീലത്തിൽ ഇങ്ങനെ ഒരു സിഗരറ്റ് വലിക്കും, തീരാ നേരം അടുത്തടുത്ത് കത്തിക്കും, എന്നിട്ട് ആ കുറ്റിയങ്ങ് കളയും, അടുത്തത് വലിക്കും. ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സിറ്റിയിൽ നടന്നൊരു കൊലപാതക കേസിനെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു പോലീസ് ഓഫീസർ ഇദ്ദേഹത്തോട് സംസാരിക്കാൻ വന്നു. ഇദ്ദേഹം ഇങ്ങനെയുള്ള കേസുകളൊക്കെ നോവലുകൾ എഴുതുന്നതുകൊണ്ട് ഇതെങ്ങോട്ട് തിരിയാൻ സാധ്യതയുണ്ടെന്ന് അറിയേണ്ടതിന് സംഭാഷണത്തിനായി വന്നതാണ്. പോലീസ് ഓഫീസർ തൻ്റെ റൂമിൽ കയറി വരുമ്പോൾ അറിയാതെ കയ്യിലുള്ള സിഗരറ്റ് അങ്ങ് വലിച്ചെറിഞ്ഞുപോയി. ആ ഓഫീസർ അത് ശ്രദ്ധിച്ചില്ല. അവർ ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ തുടർന്ന് ഞാൻ ചിന്തിച്ചിട്ട് പറയാം സാറേ എന്ന് പറഞ്ഞു പോലീസ് ഓഫീസറും പോയി. പോയ ശേഷം നോക്കുമ്പോൾ ആ സിഗരറ്റ് അവിടെ കിടന്ന് പുകയുന്നത് കണ്ടു. പെട്ടെന്ന് ഇദ്ദേഹം ചിന്തിച്ചു, ഞാൻ പണം കൊടുത്തു വാങ്ങിയ സിഗരറ്റ് എന്തിനാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ എറിഞ്ഞത്? അദ്ദേഹം ഒരു ഉയർന്ന ഓഫീസറാണ്, അദ്ദേഹം അധികാരിയാണ്, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു ഇല്ലേ? അതുകൊണ്ടാണോ ഞാൻ ഈ സിഗരറ്റ് എറിഞ്ഞത്? അങ്ങനാണെങ്കിൽ അഖിലാണ്ടം സൃഷ്ടിച്ചുണ്ടാക്കിയ എൻ്റെ ദൈവം തമ്പുരാന്റെ മുൻപിൽ ഇത്രയും കാലം ഭയം കൂടാതെ എൻ്റെ യജമാനനെ ബഹുമാനിക്കാതെ ഞാൻ ഈ ദുഷ്ടത ചെയ്തല്ലോ. മാനസാന്തരപ്പെട്ടത് സുവിശേഷം കേട്ടിട്ടില്ല. അന്ന് താൻ സിഗരറ്റ് വലി നിർത്തി.
എനിക്ക് മനസ്സിലായി, ലോകത്തിലെ ഒരു പോലീസ് ഓഫീസറെ കണ്ടിട്ട് താൻ ഭയപ്പെട്ട് സിഗരറ്റ് എടുത്ത് ദൂരെ കളഞ്ഞെങ്കിൽ അഖിലാണ്ടം സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവം തമ്പുരാനെ ഭയപ്പെടാതാണല്ലോ ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നു. അപ്പോൾ ദൈവമക്കളെ, യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളോടുകൂടെ ഉണ്ടാകണം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. അപ്പൊ നിങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിലോട്ട് എഴുതും. സ്വർഗത്തിലെ ഏറ്റവും സന്തോഷമുള്ള സമയം എപ്പോഴെന്നറിയാമോ? ഒരു പാവി രക്ഷിക്കപ്പെടുമ്പോഴാണ്. ഒരു പാവി രക്ഷിക്കപ്പെടുമ്പോൾ യേശു തന്നെ പറഞ്ഞല്ലോ, സ്വർഗത്തിലെ ദൂതന്മാർക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ 780 കോടി ജനങ്ങൾക്കിടയിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരെ കണക്കെടുത്താൽ എണ്ണപ്പെട്ടവരേ ഉള്ളൂ സഹോദരങ്ങൾ. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 200 കോടി ജനങ്ങൾ. ബാക്കിയെല്ലാം മൂഢജാതി നരകയോഗ്യരായി ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വർഗത്തിലാണ് കോടിക്കണക്കിന് ദൂതന്മാർ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഒരാൾ രക്ഷിക്കപ്പെട്ടു, ജീവപുസ്തകത്തിൽ പേരെഴുതിയാലുടനെ ദൂതന്മാർക്കിടയിൽ ഭയങ്കര തിരക്കാണ്. ആരെയാണ് വിളിക്കുന്നത്, ആരെയാണ് വിളിക്കുന്നത്, ആരെയാണ് വിളിക്കുന്നതെന്നും പറഞ്ഞ് ഭയങ്കര ഒരു തിരക്കുണ്ട്. ആർക്കായിരിക്കും ചാൻസ്, ആർക്കായിരിക്കും ചാൻസ് എന്നങ്ങനെ പറഞ്ഞു. സ്വർഗത്തിൽ ദൂതന്മാർ സന്തോഷി. അവർ തമ്മിൽ പറയും, നീ അറിഞ്ഞോടാ, ആ തെങ്ങുവിളയിലെ മത്തായിച്ചൻ രക്ഷിക്കപ്പെട്ടടാ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴിഞ്ഞു. അറിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങളെ രക്ഷിക്കപ്പെട്ട് ആ ജീവന്റെ പുസ്തകത്തിലോട്ട് നിങ്ങളുടെ പേരെഴുതും. പേരെഴുതുമ്പോൾ തന്നെ നിത്യതയുടെ അവകാശദേശത്ത് നിങ്ങളുടെ അളവ് നൂല് വീഴും. നന്നായി നിങ്ങൾ അറിഞ്ഞുകൊള്ളേ. നിങ്ങൾ രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതും ഉടനെ തന്നെ നിത്യതയിലെ വാസസ്ഥലത്തിന്റെ അളവ് നൂൽ നിങ്ങൾക്ക് വീണു. അതാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്, മനോഹര ദേശത്ത് നീ എനിക്ക് അളവ് നൂൽ വെച്ച് അളന്ന് തന്നിരിക്കുന്നു. ഇവിടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതി. സിയോനാണോ യെരൂശലേമാണോ, നിങ്ങളുടെ നിയോഗം അവിടെ എഴുതി ചേർക്കും. രണ്ടാമത് എന്ത് ചെയ്യുന്നറിയാമോ? ബലവാനായ ഒരു ദൂതനെ വിളിച്ചിട്ട് പറയും, അവൻ വരാനിരിക്കുന്ന രക്ഷയ്ക്ക് നിയോഗിതനായിരിക്കൊണ്ടും അവന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കൊണ്ടും അവന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ നീ അവനെ നിത്യത വരെ സൂക്ഷിച്ചോണം. നമ്മുടെ സൂക്ഷിപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ പരിശുദ്ധാത്മാവ് വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കും. യേശുവിന്റെ സാന്നിധ്യം ഒരു രാജാവ് എന്ന വണ്ണം നിങ്ങളെ സൂക്ഷിക്കും. ബലവാനായ ദൂതന്റെ കൈ നിങ്ങളുടെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ സൂക്ഷിക്കും. നിങ്ങൾ ദൂതനെ കണ്ടിട്ടില്ല ദൈവമക്കളെ. ദൂതൻ നിങ്ങളോടുകൂടെ ഉണ്ട് എപ്പോഴും. അപ്പോൾ ദൂതന് പോകാൻ പറ്റുന്നിടത്ത് നിങ്ങൾ പോകാവൂ. ദേവീയത ബിവറേജിൽ പോയി നിന്ന് തള്ളരുത്. ദൂതൻ അവിടെ വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ വഴിക്കൊന്നും നമ്മൾ പോകരുത്. ബൈബിൾ എഴുതിയിരിക്കുന്നത് നിന്റെ എല്ലാ വഴിയിലെന്നാണ്. അവന്റെ വഴിയിൽ സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പണ്ട് തന്നെ നമ്മുടെ പ്രാണനെ പിശാച് പൊളിച്ചടുക്കി നമ്മളെ വശന്ന വാടി നിത്യതയിൽ പോയേനെ. പക്ഷെ ദൂതനോട് പറഞ്ഞെന്നറിയാമോ? അവന്റെ എല്ലാ വഴികളിലും അവൻ തീയിൽ കൂടെ പോയോ നീ ഒപ്പം പോണം. അവൻ വെള്ളത്തിൽ കൂടെ പോകുന്നോ നീ ഒപ്പം പോണം. അവൻ സമുദ്രത്തെ കടക്കുന്നുവോ നീ ഒപ്പം പോണം. അവൻ പാതാളവാതിക്കൽ പോകുന്നുവോ നീ ഒപ്പം പോകണം. അങ്ങനല്ലേ പറയുന്നത്? നിന്റെ എല്ലാ വഴികളിലും നിർത്തി വായിച്ചല്ലേ കേൾക്കുന്ന ദൂതനൂടെ പ്രയാസം തോന്നും. അദ്ദേഹത്തിന്റെ കാര്യമല്ലേ, നമ്മുടെ കാര്യമല്ലല്ലോ. നിർത്തി വായിച്ചാൽ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിനാ അവൻ നിന്റെ പിതാവായ ദൈവം ഒരു ദൂതനോട് കൽപ്പിച്ചു. അപ്പൊ ആ ദൂതൻ ഇങ്ങനെ 365 ദിവസവും നിങ്ങളോടൊപ്പം ഡ്യൂട്ടി തീരുന്നത് എപ്പോഴാണെന്നറിയാമോ? മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് പറഞ്ഞു നിങ്ങളുടെ ആത്മാവ് പരദീസയിൽ വിശ്രാമത്തിൽ പോകുമ്പോൾ ദൂതൻ കൈകഴിഞ്ഞ് ഫയലും ക്ലോസ് ചെയ്ത് സ്വർഗത്തിൽ പോകും. മാത്രമല്ല, പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ദൂതൻ എല്ലാ ദിവസവും ദൈവത്തെ കണ്ട് റിപ്പോർട്ട് അവിടെ കൊടുക്കും. മാസമല്ല, ദിവസവും കൊടുക്കും. ബൈബിൾ അങ്ങനെ പറഞ്ഞിരിക്കും. നിങ്ങളുടെ ദൂതനില്ലേ, നന്നാ രാവിലെ ദൂതൻ സ്വർഗത്തിൽ പോയി നിങ്ങളുടെ എല്ലാ ഇടപാടും പറഞ്ഞ് കേൾപ്പിച്ചിട്ടേ വരത്തുള്ളൂ. സംശയമുണ്ടോ? ചിലർക്ക് സംശയം തോന്നുന്ന രീതിയിലാണ്. ഒരു ദിവസം യേശു ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർക്കിടയിൽ എന്തോ ദൂഷണമൊക്കെ പറഞ്ഞു. അപ്പൊ യേശു പറഞ്ഞു, ഈ നിൽക്കുന്ന ഈ എളിയവനെ ദൂഷിക്കരുത്. ഈ നിൽക്കുന്ന ഏറ്റവും ചെറിയവനെ നീ ദൂഷിക്കരുത്. ഇവന്റെ ദൂതന്മാർ നിത്യം പിതാവിന്റെ മുഖം കാണും. എല്ലാ ദിവസവും ഇവന്റെ ദൂതൻ പിതാവിന്റെ മുഖം കാണും. അങ്ങനാണെങ്കിൽ എന്ത് ചെയ്യും? നീ പറഞ്ഞതെല്ലാം പരിശുദ്ധ പിതാവിനോട് ഇവന്റെ ദൂതൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാക്ക്, പ്രവൃത്തി, ഇടപാടൊക്കെ ഉള്ളപ്പോൾ ഒന്ന് ഓർത്തോണം. യേശു പറയുന്ന വാക്കാണ്, തിരുവെഴുത്തിലുണ്ട്, ഈ നിൽക്കുന്ന ഏറ്റവും ചെറിയവനെ ദൂഷിക്കരുത്. ഇവന്റെ ദൂതൻ പിതാവിന്റെ മുഖം എല്ലാ ദിവസവും കാണും. അപ്പോൾ ഒരു ദൂതന്റെ സൂക്ഷിപ്പ് നമുക്ക് എപ്പോഴും ഉണ്ടാകും.
യേശുവിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതും. ഉടനെ ഒരു ദൂതനെ വിളിക്കും. നിത്യത വരെ ഇവനെ സൂക്ഷിച്ചോണമെന്ന് നമ്മുടെ പരിശുദ്ധ പിതാവ് പറഞ്ഞിട്ടുണ്ട്. ദൂതൻ അതുകൊണ്ടാണ് നമ്മളെ നിത്യം ഇങ്ങനെ പിന്തുടരുന്നത്. നമ്മൾ ആരും ദൂതനെ കണ്ടിട്ടില്ല. ദൂതനെ കണ്ടിട്ടുള്ളവരുണ്ടോ? ദൂതനെ കണ്ടിട്ടുള്ളവർ കാണത്തില്ല ദൈവമക്കളെ. പക്ഷെ ദൂതന്മാർ പലപ്പോഴും നമ്മുടെ അടുക്കൽ വരാറുണ്ട്. ദാനിയേൽ സിംഹക്കുഴിയിൽ കിടന്നു. ഒരുപാട് സിംഹമുണ്ട്. വല്ലപ്പോഴുമാണ് രാജദ്രോഹ കുറ്റവാളികളെ കിട്ടുന്നത്. അവനെ കൊണ്ടിടുമ്പോഴേ കടിച്ചു പറിച്ച് സാധാരണ ആ ഒരു സിംഹത്തിന് ഡെയിലി 40 കിലോ മാംസം തിന്നുമെന്നാണ് പറയും. ദാനിയേൽ ഒത്തിരി വയസ്സനായ ഒരു വല്യപ്പനാണ്. അങ്ങേരെ കെട്ടി തൂക്കി അതിനകത്തോട്ട് ഇറക്കി കിട്ടും. അങ്ങേര് പോയി ആ സിംഹക്കുഴിയിൽ ഇരിക്കുകയാണ്. ഈ സിംഹത്തിൻ്റെ അവിടെ വിസർജ്യ വസ്തുക്കളെല്ലാം കൂടെ ചീഞ്ഞു നാറുകയാണ്. ഈച്ച മൂളി വട്ടം പറക്കുകയാണ്. പിശാചുക്കള് വല്ലിളിച്ചുകൊണ്ട് ദാനിയേലിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയാണ്. പക്ഷെ സിംഹം ഒന്നും വാ തുറക്കുന്നില്ല. സിംഹം മഹാമടിയനാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കോട്ട വിടും. നമ്മുടെ ആളുകളൊക്കെ ഉണർവ് വരുമ്പോൾ വായിക്കോട്ട വിടുന്ന പോലെ സിംഹം കൂടെ വായിക്കോട്ട വിട്ടിട്ട് ദുർഗന്ധം ഉണ്ടാവും. അപ്പോൾ വേണ്ടത്ര ഓക്സിജൻ അന്തരീക്ഷത്തിൽ കിട്ടത്തില്ല. വയസ്സനായ ദാനിയേൽ ക്ഷീണിക്കാതിരിക്കാൻ ദൈവം ഒരു ദൂതനെ അയച്ചു. ദൂതൻ വന്ന് എല്ലാത്തിൻ്റെയും വായ ക്ലോസ് ചെയ്യും. ദാനിയേലിനെ തേടി പിറ്റേ ദിവസം വന്ന് രാജാവ് ചോദിച്ചു, ദാനിയേലേ, സിംഹം നിനക്ക് ദോഷം വരുത്തിയില്ലയോ? മറുപടി, ഞാൻ സേവിച്ചു വരുന്ന എന്റെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായടച്ചു. ദാനിയേൽ ദൂതനെ കണ്ടില്ല. പക്ഷേ ദാനിയേലിന് അറിയാം, എന്നേക്കാൾ ബലവാനായവന്റെ വായടച്ചത് എന്റെ സംരക്ഷകനായ ദൂതനാണ്. ഇന്ന് രാത്രി കർത്തൃസന്നിധിയിൽ കടന്നു വന്ന ദൈവ പൈതലേ, നിന്റെ സംരക്ഷണത്തിനായി നിന്റെ പരിശുദ്ധ പിതാവ് ഒരു ദൂതനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ നിന്റെ കാലുകളെ സൂക്ഷിക്കും, അവൻ നിന്റെ കെട്ടുകളെ അഴിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ അങ്ങനെ പേരെഴുതുമ്പോൾ ആദ്യം അളവ് നൂല്. എത്ര സെന്റുണ്ടെന്നൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. 1 ഏക്കറുണ്ടോ 2 ഏക്കറുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും മനോഹരമായ ദേശത്ത് അളവ് നൂല് വീണെന്നുണ്ട്. അവിടെ ദൂതൻ ഇങ്ങനെ അളന്ന് നമ്മുടെ പേരിൽ എഴുതി തരും. രണ്ടാമതൊരു ദൂതന്റെ സൂക്ഷിപ്പുണ്ടാകും. മൂന്നാമതായി നമ്മുടെ ഒരു യാത്രാ ഗൈഡ് ശരിയാകും. നിങ്ങൾ യൂറോപ്പിലൊക്കെ വിസിറ്റിങ്ങിന് പോയാൽ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ യാത്ര ക്രമീകരിക്കാൻ ടൂറിസ്റ്റുകാർ ഒരു ട്രാവലിംഗ് ഗൈഡ് നമുക്ക് തരും. നമ്മൾ അതേ നോക്കിക്കോണം. നമ്മളിവിടെ ചോദിക്കുന്ന പോലെ അങ്ങോട്ട് കയറി ആ മാടക്കട കയറി തങ്കപ്പൻ ചേട്ടനോട്, തങ്കപ്പൻ ചേട്ടാ ആ ഹോട്ടൽ എവിടെ, ഈ ചായക്കട എവിടാന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞും തരത്തില്ല, ആരും ചോദിക്കാനും പോകരുത്. ആ യാത്രാ ഗൈഡിൽ നോക്കിയാൽ മതി. നിങ്ങൾ പാർക്കേണ്ട ഹോട്ടൽ എവിടെയാണ്, പെട്രോൾ പമ്പ് എവിടെയാണ്, പ്രശസ്തമായ ഹോസ്പിറ്റലുകൾ എവിടെയാണ്, എമർജൻസി പോലീസ് ആവശ്യമുണ്ടെങ്കിൽ എവിടെ വിളിക്കണം. കറക്റ്റ് ഇല്ല. നിങ്ങളെ രക്ഷിക്കപ്പെട്ട് നിങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതി സ്വർഗത്തിൽ അളവുനൂല് വീണു ബലവാനായ ദൂതനെ ഏൽപ്പിച്ചിട്ട് ഒരു യാത്രാ ഗൈഡ് ശരിയാകും. അതിനകത്ത് ഇങ്ങനെ നിങ്ങളുടെ യാത്ര 45 വർഷമാണ്. ഈ 45 വർഷത്തെ ഗൈഡ് ഇങ്ങനെ എഴുതുമ്പോൾ ഇതിനകത്ത് കഷ്ടരാത്രി എന്ന് പറയുന്ന ചില ദിവസമുണ്ട്. അത് ശ്രദ്ധിച്ചു കേട്ടോ. കഷ്ടരാത്രി എന്ന് പറയുന്നത് മാർക്ക് ചെയ്തിട്ടുണ്ട്, റെഡ് മാർക്കാണ്. പിന്നെ അങ്ങോട്ട് കയറുമ്പോൾ ആത്മീയത്തിൽ അങ്ങ് ഉയരും, പിന്നെ അങ്ങ് താഴോട്ടിറങ്ങും. ഇനി വ്യർത്ഥ മാസങ്ങളെന്ന് പറഞ്ഞ 1-2 ഗോളം അവിടെ കിടപ്പുണ്ട്, ഓർത്തോണം കേട്ടോ. കഷ്ടരാത്രിയുണ്ട്, വ്യർത്ഥ മാസങ്ങളുണ്ട്. ഇനി അടുത്ത അനർത്ഥങ്ങളുടെ സമ്മത്സരങ്ങളുണ്ട്. ചില കാര്യങ്ങളൊക്കെ വർഷങ്ങൾ നിൽക്കും, ചില കാര്യങ്ങൾ ദിവസങ്ങളേ ഉള്ളൂ, ചിലത് മാസങ്ങളോളം നിൽക്കും. അങ്ങനെ എഴുതിയിരിക്കുന്നു. കഷ്ടരാത്രികളും വ്യർത്ഥ മാസങ്ങളും നീ എനിക്ക് നിയോഗിച്ചു, അനർത്ഥങ്ങളുടെ സമ്മത്സരങ്ങളും പിന്നെ വേദനയുടെ ദിനങ്ങളും നീ എനിക്ക് നൽകി. ഇപ്പം നമുക്കിതൊക്കെ എഴുതി വെച്ചിരിക്കുക സഹോദരങ്ങളെ. നമുക്ക് യാദൃശ്യമായിട്ടൊന്നും നമുക്കൊരു ചുക്കും വരത്തില്ല. നമ്മുടെ ദൂതൻ ഭയങ്കര ബലവാനായ ദൂതനാണ്. ചെകുത്താനെന്ന് പറയുന്നവനൊരു ചുണ്ടലിയുടെ വലുപ്പമേ ഉള്ളൂ. അവന് നിന്റെ തലമുടി നാരെ തൊടാനുള്ള ശേഷിയില്ല. ദൂതനെ കണ്ടാൽ അവൻ വിറച്ച് കീഴടങ്ങും. പണ്ട് അവന് ഇച്ചിരി ബലം ഉണ്ടായിരുന്നു, എന്നാൽ യേശു അവൻ്റെ തല തകർത്തു. അവൻ്റെ തല തകർന്നു പൊളിഞ്ഞതാണ്. നിങ്ങൾ പേടിച്ചാണ് ആ മണ്ടനെ വലിയവനാക്കിയത്. നമ്മളതൊരിക്കലും ചിന്തിക്കരുത്. ഒരു ദൂതൻ നമ്മുടെ കൂടില്ലേ, അദ്ദേഹം അറിയാതെ തലയിലെ മുടി കൊഴിഞ്ഞു പോകുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ തലമുടി എത്ര ഉണ്ടെന്ന് എണ്ണാൻ നോക്കി. ഇപ്പോൾ ആരും എണ്ണാൻ നിൽക്കണ്ട, നമുക്ക് ആർക്കും എണ്ണിത്തിട്ടപ്പെടുത്താനൊക്കത്തില്ല. ഇനി ശാസ്ത്രം പുരോഗമിച്ചത് കൊണ്ട് വേണ്ട, കമ്പ്യൂട്ടർ വല്ലതും വെച്ച് നടന്നേക്കാം. എന്നാൽ പോലും ഈ തലമുടി നാല് പോലും എണ്ണി അറിയും. ഇപ്പോൾ ഒരു ദൂതൻ സംരക്ഷകനായിട്ടുണ്ട്. അപ്പോൾ ആ യാത്രാ ഗൈഡിനകത്ത് കഷ്ടരാത്രി ഉണ്ട് കേട്ടോ, കഷ്ടതയുടെ രാത്രികൾ. അടുത്തത് വ്യർത്ഥമായ മാസങ്ങൾ. അടുത്തത് അനർത്ഥങ്ങളുടെ സമ്മത്സരം. ചിലത് വർഷങ്ങൾ നിൽക്കും, ചിലത് ദിവസങ്ങളേ ഉള്ളൂ, ചിലത് മണിക്കൂറേ ഉള്ളൂ. ഉദാഹരണം ഞാൻ പറയാം. പല്ലുവേദന എന്ന് പറയുന്ന രോഗം വർഷങ്ങൾ നിൽക്കത്തില്ല.
രാത്രി 10 മണിക്ക് തുടങ്ങിയാൽ വെളുപ്പിനെ 3 മണിയോടുകൂടെ പല്ലുവേദന മാറിക്കിട്ടും. 1 ഡേ പ്രോഗ്രാം. എന്നാൽ ഈ രക്തവാദം എന്ന് പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നത് അന്നും പോകത്തില്ല, ഇന്നും പോകത്തില്ല, ചിലപ്പോൾ ഒരു 5 വർഷം നിന്ന് ചൊറിയേണ്ടി വരും. അതിനാണ് ഈ സമ്മത്സരങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നത്. വ്യർത്ഥമാസങ്ങളുണ്ട്, കഷ്ടരാത്രികളുണ്ട്, അനർത്ഥങ്ങളുടെ സമ്മത്സരങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം യാത്രാ ഗൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ ആ ദൂതനോട് ചോദിച്ചാൽ പിതാവ് അനുവദിക്കത്തില്ലെങ്കിലും അദ്ദേഹം നിങ്ങളെ കാണിക്കും. എടാ ജോസേ, എവിടെയൊക്കെയാണ് കഷ്ടരാത്രി, എവിടെയാണ് വ്യർത്ഥമാസം, എവിടെയാണ് അനർത്ഥങ്ങളുടെ നാൾ, ഇതൊക്കെ പറയും. ഇതെല്ലാം കൂടെ കാൽക്കുലേഷൻ ചെയ്താണ് നമുക്ക് നിത്യതയിലെ അവകാശം തരുന്നത്. അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കത്തിന് താറാവിനെ അടിച്ച് കൂട്ടിക്കയറ്റുന്ന പോലെ അടിച്ച് നമ്മളെ സ്വർഗത്തിലൊന്നും കയറ്റാനൊക്കത്തില്ല. നിയമിക്കപ്പെട്ട പദ്ധതികളെല്ലാം പോകണം. ഇന്ന് വയ്യെന്ന് പറഞ്ഞാൽ തമ്പുരാൻ മിണ്ടാതിരിക്കും, നാളെ ക്രമീകരിച്ച് തരും. കർത്താവേ, നാളെ കൂടെ വയ്യാന്ന് പറഞ്ഞാൽ അത് മറ്റന്നാളാക്കി തരും. ഇതെന്നുള്ളതല്ലാതെ ഒഴിവാക്കി തരുന്ന പദ്ധതി നടക്കത്തില്ല. കഷ്ടരാത്രികൾ, വ്യർത്ഥമാസങ്ങൾ, അനർത്ഥങ്ങളുടെ സമ്മത്സരങ്ങളെല്ലാം നമുക്ക് നിയമിച്ചു. അഹരോൻ മരിച്ചപ്പോൾ മോശ 90-ാം സങ്കീർത്തനത്തിൽ എഴുതി, കർത്താവേ, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സമ്മത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. അനന്ത നിത്യതയുടെ കവാടം തുറക്കുമ്പോൾ അമ്മ ഒരു കുഞ്ഞിനെ ആശ്വസിപ്പിക്കും പോലെ നിന്റെ ദൈവം നിന്നെ ആശ്വസിപ്പിക്കും. അനർത്ഥങ്ങളുടെ സമ്മത്സരങ്ങളും ക്ലേശങ്ങളുടെ ദിനങ്ങളും വ്യർത്ഥമായ മാസങ്ങളും നിന്റെ പ്രാണനെ താണ്ടി നീ വേദനപ്പെടുന്നെങ്കിൽ നിത്യതയിൽ നിന്നെ ആശ്വസിപ്പിക്കുന്ന അമ്മയ്ക്ക് തുല്യമായൊരു ദൈവമുണ്ട്. അവൻ നിന്നെ ആശ്വസിപ്പിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ അങ്ങനെ ഒരു യാത്രാ ഗൈഡ് നമുക്ക് ക്രമീകരിച്ചു തരും. ചോദിച്ചാൽ യജമാനൻ ഈ കാര്യം നമുക്ക് കാണിച്ചു തരും. മോശ പറഞ്ഞു, നിന്റെ വഴി അറിയിക്കാമോ? എല്ലാ വഴിയുടെയും ആ ട്രാവലിംഗ് ഗൈഡ് മോശയുടെ കൊടുത്തു. ബാക്കി പദ്ധതികൾ എന്തൊക്കെയാണെന്നുള്ളത് നാമും തിരിച്ചറിഞ്ഞാട്ടെ ദൈവം തൻ്റെ വഴികൾ നമുക്ക് അറിയിച്ചു തരും. നമുക്ക് നമ്മുടെ ചിന്താ വിഷയത്തിലേക്ക് കടന്നു വരാം. യേശുവിൻ്റെ സിംഹാസനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത് അത് ആത്മീയ സിംഹാസനമാണ്. യേശു നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ, യേശു നമുക്ക് രാജാവായി ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ പോകുന്നിടത്തെല്ലാം യേശു ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സാധുക്കളായ ശിഷ്യന്മാർ യേശുവിനെ ഇങ്ങനെ നോക്കി നിൽക്കുക. അവര് പ്രതീക്ഷിച്ചിരുന്നത് യേശു രാജ്യം സ്ഥാപിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് 12 ഗോത്രങ്ങളെയും ഭരിക്കും, അദ്ദേഹത്തിന്റെ സഹമന്ത്രിയായിട്ടൊക്കെ ഇരിക്കാനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പത്രോസ് ചിന്തിച്ചിരുന്നത്. പക്ഷെ യേശു ഇപ്പോൾ സ്വർഗാരോഹണം ചെയ്യുകയാണ്. പത്രോസൊക്കെ അന്താളിച്ച് നോക്കി നിന്നു. പക്ഷെ യേശു ഒരു വാഗ്ദത്ത വചനം കൊടുക്കും. എന്താണെന്നറിയാമോ? ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഏകരല്ല. ലോകം നിങ്ങളെ പകയ്ക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മുൻപ് എന്നെയും പകച്ചു. നിങ്ങളുടെ ഹൃദയം ഒരിക്കലും കലങ്ങിപ്പോകരുത്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, നിങ്ങൾ എൻ്റെ പിതാവിലും വിശ്വസിക്കണം. അടുത്തത്, ഞാൻ നിങ്ങളെ ഏകരായി വിടത്തില്ല. ഞാൻ ജീവിക്കുന്നത് കൊണ്ടാണ് നിങ്ങളും ജീവിക്കുന്നത്. വാഗ്ദത്തം ചെയ്ത യേശുവിൻ്റെ സാന്നിധ്യം ഒരു രാജകീയ നിലവാരത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുകയാണ്. അപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ യേശുവിന്റെ ആത്മീയ സിംഹാസനം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്ത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അതിലൊന്നാമത്തെ വിഷയം, യേശുവിന്റെ സാന്നിധ്യം നമ്മിലുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴും. വായിച്ചാട്ട് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. കൊലോസ്യർ 3:15. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരിക്കട്ടെ എന്നല്ല ദൈവമക്കൾ. അങ്ങനാണെങ്കിൽ ആ സമാധാനത്തിനൊരു ലിമിറ്റ് ഉണ്ടായേനെ. ഒരു രാജാവ് രാജ്യം വാഴും പോലെ, ഒരു പ്രഭു ദേശം വാഴും പോലെ യേശുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഇന്ന് രാത്രി ആരെങ്കിലും സമാധാനമില്ലാതെ മനോവേദനയോടെ മാനസിക സംഘർഷാവസ്ഥയോടെ ഈ എന്റെ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. നീ എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ എന്റെ ആത്മീയ സിംഹാസനം ഞാൻ നിന്റെ ഹൃദയത്തിൽ സ്ഥാപിക്കാം. ആ സിംഹാസനം നമുക്ക് സ്ഥാപിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒന്നാമത്തെ വിഷയം, ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ അടക്കി വാഴും. എന്നോട് വായിച്ചാട്ട, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനായിട്ടല്ലോ നിങ്ങൾ വിളിക്കപ്പെട്ടത്.
ഇരിക്കട്ടെ, അല്ലെങ്കിൽ അവിടെ അല്പം ഉണ്ടായിരിക്കട്ടെ എന്നൊന്ന് യേശു പറഞ്ഞു. ഒരു രാജാവ് ദേശം വാഴും പോലെ യേശുവിൻ്റെ സമാധാനം ഫുൾ കവറായിട്ട് നമ്മളെ വാഴും. നമുക്ക് അങ്ങനെ സമാധാനം ഉണ്ടോ? അനേകരുടെ സമാധാനം എന്ന് പറയുന്ന ഒരു സ്പൂണിനകത്ത് കോരിയെടുക്കാനുള്ളതേ ഉള്ളൂ. ഒരു ചെറിയ സ്പൂണിൽ ആയുർവേദിക്ക് കടയിൽ നിന്ന് വൈദ്യൻ്റെ കയ്യിൽ നിന്ന് കഷായം മേടിച്ചാൽ 1.5 സ്പൂൺ കുടിച്ചോളാൻ പറയുന്ന അത്രയും സമാധാനമേ ഉള്ളൂ. അപ്പൊ യേശു നമ്മുടെ ഹൃദയത്തിലില്ല സഹോദരങ്ങളെ. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ രാജാവായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും മഹത്വം ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ. അതിലൊന്നാമത്തേത് സമാധാനമാണ്. എന്താണ് യേശു വാഴുമ്പോൾ ഉണ്ടാകുന്ന സമാധാനത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? കൊലോസ്യർ 1:21 വായിച്ചാൽ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം, ശ്രദ്ധിക്കുക, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. നമുക്ക് യേശു തന്ന സമാധാനത്തിന്റെ പിന്നിൽ യേശുവിന്റെ രക്തമുണ്ട്. ദൈവം ചുമ്മാതെ നമ്മളോട് പറഞ്ഞതല്ലിത്. അനേകർക്ക് ഇതിൻ്റെ ആഴം അറിഞ്ഞുകൂടാ. ലോകത്തിൽ ഇന്ന് ഒരുപാട് സമാധാന സംഘടനകളുണ്ട്. സമാധാനം ഇച്ഛിക്കുന്ന അനേക നീതിമാന്മാർ ലോകത്തിലുണ്ട്. പക്ഷെ അവരുടെ സമാധാനം സുരക്ഷിതമല്ല. ഒരിക്കൽ ഞാൻ ബോംബെയിൽ നിന്ന് ട്രെയിനിൽ യാത്ര ചെയ്തു വരുമ്പോൾ എന്നോടുകൂടെയുള്ള സഹപ്രവർത്തകരായ ചിലരുമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ട്രെയിനിൽ ബെർത്തിൽ മുകളിൽ കിടക്കുന്ന ഒരു അങ്കിൾ 10-65 വയസ്സുകാണ്. സംസാരിക്കുന്നിടെ എന്നോട് ചോദിച്ചു, ഞാനോടൊന്ന് കേൾക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടുമില്ല അങ്കളെ. പെട്ടെന്ന് അദ്ദേഹം ഇറങ്ങി എൻ്റെ അടുക്കൽ വന്നു സംസാരിച്ചാരംഭിച്ചു. തനിക്കൊരു മോനുണ്ട്, ഇംഗ്ലണ്ടിൽ എവിടെയോ ഡോക്ടറാണ്. തനിക്ക് താൻ ടാറ്റയിലെ ഒരു എഞ്ചിനീയർ ആയിരുന്നു. തൻ്റെ ഭാര്യ ബോംബെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചൊരു ആക്സിഡന്റ് എന്തോ മരിച്ചുപോയി. താന് പിന്നീട് ഏകനായിപ്പോയി. താനൊരു ദൈവഭക്തനാണ്. പുരോഹിതനില്ലാത്തപ്പോൾ പലപ്പോഴും ബോംബെയിലെ ഒരു പള്ളിയിൽ പ്രസംഗിക്കുന്ന അദ്ദേഹമാണ്. ബോംബെയിലെ ഒരു സമാധാന സംഘടനയിലെ ഒരു ലീഡറാണ് അദ്ദേഹം. പക്ഷേ തൻ്റെ ജീവിതത്തിൽ സമാധാനം. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി. താൻ ചില നഗ്ന സത്യങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, ഈ പറയുന്ന സമാധാനമൊന്നും എനിക്കില്ല പാസ്റ്റർ. ഞാൻ എൻ്റെ യാമങ്ങളെ എണ്ണിയാണ് കഴിക്കുന്നത്. മദ്യപാനം പാരമ്പര്യമായി എൻ്റെ കുടുംബത്തിൽ ഇല്ലാത്തത് കൊണ്ടും ഞാൻ അവയെ വെറുത്ത് ജീവിക്കുന്നതേ ഉള്ളൂ. ഭാര്യ മരിച്ചു, മകൻ വിവാഹം കഴിച്ച് ലണ്ടനിലേക്ക് പോയി. ഞാൻ ബോംബെ ലേഖനായി ജീവിക്കുകയാണ്. എനിക്ക് സമാധാനമില്ല. ബോംബെയിലെ ഒരു സമാധാന സംഘടനയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുമ്പോഴും തനിക്ക് സമാധാനമില്ല. എന്നാൽ ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ പരിശുദ്ധ ദിനത്താൽ സമാധാനം പ്രാപിച്ച ദൈവമക്കളെ, നിങ്ങളുടെ സമാധാനത്തിന്റെ ശിക്ഷ യേശുവിന്റെ മേൽ പിതാവ് ചുമത്തി അവന്റെ രക്തത്താലാണ് നിങ്ങൾക്ക് സമാധാനം ലഭിച്ചത്. ആ സമാധാനം പ്രാപിച്ചവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പോൾ ഈ സമാധാനം രക്തം ചൊരിഞ്ഞുള്ള സമാധാനം. മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കരുണയുള്ള മനുഷ്യരാണ്. നിങ്ങൾ പോകുന്ന വഴിയിൽ തെരുവിൽ ടാറും പാട്ടയ്ക്കകത്തൊരു പൂച്ചക്കുഞ്ഞ് കിടന്നിരിക്കട്ടെ. ഇപ്പോൾ ഒരുപാട് മൃഗസ്നേഹികളുണ്ട്. നായെ കൊന്നുകൂടാ, പൂച്ചയെ കൊന്നുകൂടാ എന്നൊക്കെ പറഞ്ഞ് നല്ല കാര്യമാണ്. ദൈവം അവരും ജീവിക്കട്ടെ, നായും പൂച്ചയൊക്കെ ജീവിക്കട്ടെ. മനുഷ്യനെ സംരക്ഷിക്കാൻ ഒക്കുന്നില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് നല്ല കാര്യമാണ്, അത് ഞാൻ തെറ്റെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളെ കരുണയുള്ള നിങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഒരു സാധുവായ പൂച്ചക്കുഞ്ഞ് ടാറും പാട്ടയ്ക്കകത്ത് കിടക്കുകയാണെന്നിരിക്കും. നിങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നതേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കൊച്ചു പൂച്ചക്കുഞ്ഞ് ഒരു ടാറും പാട്ടയ്ക്കകത്ത് വീണ് കിടക്കും. നിങ്ങൾക്ക് അങ്ങ് കരുണയും അനുകമ്പയും മനസ്സലിവും ദയെല്ലാം കൂടെ ഒന്നിച്ചു തോന്നി. നിങ്ങൾ അതിൻ്റെ ചെവിക്ക് പിടിച്ച് പൊക്കിയെടുത്ത് ടാറും പാട്ടയിൽ എടുത്ത് റോഡിലോട്ട് വെച്ചെന്നിരിക്കട്ടെ. നിങ്ങൾ അതിന് കൊടുത്ത രക്ഷ കൊണ്ട് പ്രയോജനം വല്ലതും ഉണ്ടോ? ടാറും പാട്ടയ്ക്കകത്ത് കിടന്ന് അലറിക്കരഞ്ഞ പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുത്ത് നിങ്ങൾ റോഡിലോട്ട് വെച്ചു. പൂച്ചക്കുഞ്ഞ് നിങ്ങളോട് നന്ദി പറഞ്ഞിട്ട് വാലാട്ടി ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷെ ദേഹം മുഴുവൻ ടാറിരിക്കുകയാണ്. അപ്പൊ ഈ പോകുന്ന കൂട്ടത്തിൽ അവിടെ കിടക്കുന്ന കരിയിലയും പുല്ലും ചപ്പും കാടും അതും ഇതും എല്ലാം കൂടെ ദേഹത്ത് പറ്റി ഇത് പൂച്ചയാണോ നായാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ദൈവമക്കളെ, രക്ഷ കിട്ടിയത് കൊണ്ട് കാര്യമായില്ല, പകരം ഈ ടാറൊന്ന് കഴുകിക്കളയണം. അപ്പോൾ നമുക്ക് സമാധാനം ദൈവം തരുമ്പോൾ അതിൻ്റെ പിന്നിൽ രക്തം ചൊരിഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വായിച്ചല്ലോ, രക്തം ചൊരിഞ്ഞുള്ളതാണ്. അപ്പോൾ ആരാണ് നമ്മുടെ സമാധാനം കെടുത്തുന്നത്? വേദപുസ്തകം പറയുന്നു, ദുഷ്ടന് സമാധാനമില്ല. ദുഷ്ടത ഹൃദയത്തിൽ വാഴുന്നിടത്തോളം കാലം അവന് സമാധാനമില്ല. ഈ ദുഷ്ടത എന്ന് പറയുമ്പോൾ അതിലൊരു ഭാഗമാണ് പാപം, ഇനി ഒരു ഭാഗമാണ് ഭയം.
ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, ചുമ്മാ അങ്ങ് ഭയപ്പെടുകയാണ്. ഞാൻ അടുത്ത കാലത്ത് ഒരു ബുക്കിൽ വായിച്ചപ്പോൾ ഒരു ഇംഗ്ലീഷുകാരായ ഭാര്യയും ഭർത്താവും കൂടെ യാത്ര ചെയ്ത് അനേക രാജ്യങ്ങളിൽ പോയി മനുഷ്യരുടെ ഭയത്തെക്കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് 32 ടൈപ്പ് ഭയം മനുഷ്യനുണ്ടെന്ന്. 32 ടൈപ്പ് ഭയം. ചിലർക്ക് പിശാചെന്ന് കേട്ടാൽ പേടിയാണ്, ചിലർക്ക് ശവപ്പെട്ടി കണ്ടാൽ പേടിയാണ്, ചിലർക്ക് വെള്ളം കണ്ടാൽ പേടിയാണ്, ചിലർക്ക് ഇടി വെട്ടുന്ന കണ്ടാൽ പേടിയാണ്, ആള് ഭയങ്കര പരാക്രമശാലിയാണ്, പക്ഷെ വിട്ടിലിനെ കണ്ടാൽ പേടിയാണ്. ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലേ? ആ രോഗം ഭയമാണ്, ഈ രോഗം ഭയമാണ്, ആശുപത്രി ബോർഡ് കണ്ടുകൂടാ, മഞ്ചത്തിൽ ശവം കൊണ്ടുപോകുന്ന കണ്ടുകൂടാ. അയ്യോ, നമ്മൾ അത്ഭുതപ്പെട്ടു. ഇനി ഇതെല്ലാം കൂടാതെ കാരണമില്ലാത്തൊരു ഭയവും. അതാണ് എന്താ ഭയപ്പെടുന്നത്, അതറിഞ്ഞുകൂടാ. മനസ്സിന്റെ ശൂന്യതയിൽ നിന്ന് അവരെ വേട്ടയാടുന്ന ഒന്നാണ് ഭയം. ഇതൊരു വലിയ ദുഷ്ടതയാണ്. രോഗം ഒരു ദുഷ്ടതയാണ്, ഭയം ഒരു ദുഷ്ടതയാണ്, പ്രാകൃത പാപ സ്വഭാവം ഒരു ദുഷ്ടതയാണ്. ഇതുള്ളിടത്തോളം കാലം മനുഷ്യന് സമാധാനം കിട്ടും. നിങ്ങൾ നന്നായിട്ടൊന്ന് അറിഞ്ഞാൽ ലോകത്തിൽ ഇനി നിങ്ങൾക്കെല്ലാം കൂടെ തന്നെന്ന് പറഞ്ഞാലും ദുഷ്ടത ഹൃദയത്തിലുള്ളിടത്തോളം കാലം സമാധാനം കിട്ടത്തില്ല. പക്ഷേ യേശു ഒരുത്തനും സമാധാനം കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ രക്തമുണ്ട്. നിങ്ങൾ ആ പൂച്ചക്കുഞ്ഞിനോട് കരുണ തോന്നി അതിനെ ടാറുംപാട്ടയിൽ നിന്നെടുത്ത് തറയിൽ വെച്ച ശേഷം പെട്രോളോ മണ്ണെണ്ണയോ ഒഴിച്ച് അതിൻ്റെ അവസാനം വരെയുള്ള അല്ലെങ്കിൽ അവസാനത്തുള്ള ടാറ് വരെ കഴുകിക്കളഞ്ഞ് നല്ലൊരു സോപ്പിട്ട് കുളിപ്പിച്ച് ആ ടാറിൻ്റെ മണം കൂടെ മാറ്റി അതിനെ തെരുവിൽ വീടുന്നെങ്കിൽ നിങ്ങൾ അതിന് കൊടുക്കുന്ന രക്ഷ കൊണ്ട് പ്രയോജനമുണ്ട്. കർത്താവായ യേശു ഒരുവന് സമാധാനം കൊടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ യേശുവിന്റെ രക്തമുണ്ട്. ആ രക്തം മനുഷ്യന്റെ സമാധാനത്തേക്കെടുത്തുന്ന പാപത്തിന്റെ കറകളെ കഴുകി കളഞ്ഞിട്ടാണ് അവന് സമാധാനം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിനൊരു പരിധി വരെയൊക്കെ സമാധാനം തരാം. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്ത് പോയി കോട്ടയത്ത് നിന്ന് വണ്ടി കയറി നിങ്ങൾ തിരുവല്ലയ്ക്ക് പോവുകയാണ്. നിന്ന് കയ്യും കാലും കഴിച്ചു. അവിടെ ചങ്ങനാശ്ശേരിക്ക് അപ്പുറം ഇട്ടിഞ്ഞനം എത്തിയപ്പോൾ ഓർക്കാപ്പുറത്ത് ഒരാൾ ഇറങ്ങി ബെല്ലടിച്ച് പോയി. നിങ്ങൾ ഒറ്റ ഇരിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ പറയും സമാധാനമായെന്ന് പറയും. കോട്ടയത്ത് നിന്ന് കാല് കഴിച്ച് കാലിനെ മസിൽ കയറിയപ്പോൾ ഒന്നിരിക്കാൻ കിട്ടുമ്പോൾ നമ്മൾ അറിയാതെ പറയും സമാധാനമായെന്ന് പറയും. പറഞ്ഞില്ലേ? നമ്മൾ പറയൂ സമാധാനം. പക്ഷെ ആ സമാധാനം അങ്ങ് നിത്യത വരെ തുടരുന്നതല്ല. തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിൽ ബെല്ലടിക്കുമ്പോൾ ടിക്കറ്റിന്റെ വാല്യൂ തീർന്നു, സമാധാനവും കഴിഞ്ഞ് നമ്മളങ്ങ് ഇറങ്ങുക പ്രിയമുള്ളൂ. യേശു തരുന്ന സമാധാനം അങ്ങനെയല്ല, അതിൻ്റെ പിന്നിൽ രക്തമുണ്ട്. നമുക്ക് ചിന്തിക്കേണ്ടത്, നമ്മുടെ കർത്താവായ യേശു തന്റെ സിംഹാസനം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ സമാധാനം വാഴും. എന്താണ് ആ സമാധാനത്തിന്റെ പ്രത്യേകത? ഒന്ന്, അതിൻ്റെ പിന്നിൽ രക്തമുണ്ട്. ദൈവമക്കളെ, രക്തം ചൊരിഞ്ഞുകൊണ്ടാണ് തമ്പുരാൻ ഈ സമാധാനം തന്നിരിക്കുന്നത്. ഏറിയ വർഷങ്ങൾക്ക് മുൻപ് കേരളക്കരയിലെ പ്രശസ്തനായ ഒരാൾ പ്രസംഗിക്കുന്നത്, എൻ്റെ സഹപ്രവർത്തകനായ ഒരാൾ യാത്രക്കിടയിൽ എന്നോട് പറഞ്ഞൊരു കഥ. വ്യക്തമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്, വിജയം ബ്രദറാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരും. യാത്രാമധ്യേ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഒരിക്കലും ഒരു മനുഷ്യൻ തൻ്റെ വീടിൻ്റെ സമീപത്തൊരു വലിയ വൃക്ഷമുണ്ട്. ആ വനപ്രദേശത്ത് ജീവിക്കുന്ന ഒരു സാധുവായ മനുഷ്യൻ. ആ വലിയ വൃക്ഷം നിറച്ചു മുള്ളാണ്. ആ വൃക്ഷത്തിലൊരു വലിയ തേൻകൂടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിനൊരു മോനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും, അച്ചോ ആ തേൻ എടുത്ത് തരാമോ എന്ന്. അച്ചോ ആ തേൻ എനിക്ക് എടുത്ത് തരാമോ എന്ന് ചോദിക്കും. ഈ കുഞ്ഞു ബാലൻ ചോദിക്കുമ്പോഴൊക്കെ അച്ഛൻ പറയും, മോനെ അതേ കയറാനൊക്കത്തില്ല മോനെ, അത് മുള്ളാണ് മോനെ, അതേ കയറിയാൽ ആർക്കും ഇറങ്ങാനൊക്കത്തില്ല. ഇവനങ്ങ് ദുശാഠ്യമായി പോകുമ്പോഴും വരുമ്പോഴും കാണുമ്പോഴും എല്ലാം ചോദിച്ചു, അച്ചോ ആ തേനിഞ്ഞെടുത്ത് തരാമോ, ആ തേനിഞ്ഞെടുത്ത് തരാമോ. ചോദ്യം കണ്ടമാനമായപ്പോൾ അമ്മയില്ലാത്തൊരു ദിവസം അച്ഛൻ അങ്ങ് തീരുമാനിച്ചു കുഞ്ഞിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാം. അദ്ദേഹത്തിന് അറിയാം, ഈ വലിയ പടാവൃക്ഷത്തിൽ കയറിയാൽ തിരിച്ചിറങ്ങാൻ സാധ്യമല്ല. പുള്ളി മുളയും കമ്പൊക്കെ വെച്ച് കെട്ടി വലിഞ്ഞ് മുകളിലേക്ക് കയറി തൻ്റെ ശരീരത്തിൽ അനേക മുറിവേറ്റ് രക്തം വീണുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം ഒരു പരുവത്തിൽ അവിടെ കയറി കത്തി കൊണ്ട് അറുത്തു. മോനോട് പറഞ്ഞൊരു വലിയ തുണി പിടിച്ചോളാൻ. ഒരു വലിയ തുണി പിടിച്ചവൻ താഴെ നിന്നു. തേൻ കൂട് അറുത്തെടുത്ത് മോൻ പിടിച്ച ആ തുണിക്കുള്ളിലേക്ക് എറിഞ്ഞു കൊടുത്തു. മോൻ പൊതിഞ്ഞുകൊണ്ട് ഓടിപ്പോയിക്കൊള്ളാൻ പറഞ്ഞു. അയ്യോ അച്ചോ, ഇതിലെന്താ രക്തം കാണുന്നെന്ന് ചോദിച്ചു. രക്തം മറ്റൊന്നുമല്ല സഹോദരങ്ങളെ, അവന്റെ ഹൃദയത്തിന്റെ അഭിലാഷത്തെ നിവർത്തിക്കുവാൻ ഉയരത്തിൽ നിൽക്കുന്ന തേനെടുത്ത് അവന് തൃപ്തി കൊടുക്കേണ്ടതിന് ഇതാ അവന്റെ പിതാവ് ആ വൃക്ഷത്തിന്റെ മുള്ളിനാൽ ആഴത്തിൽ മുറിവേച്ചു. പ്രിയമുള്ളവരെ,
നിന്റെ സമാധാനത്തിന്റെ പിന്നിൽ മശിഹ ആഴത്തിൽ മുറിവേറ്റുകൊണ്ടാണ് ഈ സമാധാനം കിട്ടിയത്. അപ്പോൾ ആ തേനെടുത്തു അവൻ പൊതിഞ്ഞ് വീട്ടിലേക്ക് ഓടി. അപ്പൻ താഴെ ഇറങ്ങി വന്നു, വീണ്ടും അനേകം മുറിവേറ്റു, രക്തം വാർന്നു വൃക്ഷച്ചോട്ടിൽ വീണ് കിടന്ന് മരിച്ചു. മോൻ ഇനി അച്ഛനെ കാണാൻ ഇങ്ങോട്ട് വരരുത്, അമ്മയുടെ കൂടെ ജീവിച്ചോണമെന്ന് പറഞ്ഞ് അവനെ ഓടിച്ചു വിട്ട ശേഷം അപ്പൻ ഇറങ്ങി വന്നു. പക്ഷേ നിലത്ത് വീണു, അപ്പൻ മരിച്ചുപോയി. ദൈവമക്കളെ, നമ്മുടെ സമാധാനത്തിന്റെ പിന്നിൽ 1900 വർഷങ്ങൾക്ക് മുൻപ് നീതിയുള്ള പരിശുദ്ധ പിതാവ് തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിൽ അയച്ച് മാനവരാശിയുടെ അകൃത്യം അവന്റെ മേൽ ചുമത്തി ഗെത്സമനെ തുടങ്ങി ഗൊൽഗോഥായോളം അവൻ മാനവകുലത്തിന്റെ പാപം ചുമന്ന് ആകാശത്തിനും ഭൂമിക്കും മധ്യേ മരിക്കുമ്പോൾ സിംഹാസനത്തെ നോക്കിക്കൊണ്ട് ഒരു ഭാവിയെ പോലെ അലറി, എലോഹി എലോഹി ലമ്മാ സബക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ട് കളഞ്ഞത്. അവന്റെ കാൽവരിയിൽ നിന്നൊഴുകിയ രക്തമാണോ നിന്റെ സമാധാനത്തിന്റെ പിന്നിൽ? യേശു രാജാവായി നിന്റെ ഹൃദയത്തിൽ വാഴുമ്പോൾ സ്വർഗം നിനക്ക് സമാധാനം തരും. ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. ഈ സമാധാനത്തിന്റെ മറ്റൊരു പ്രത്യേകത പെട്ടെന്ന് വായിച്ചാട്ട് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 27 വാക്യം വായിച്ചാട്ട്, യേശു രാജാവായി നിന്റെ ഹൃദയത്തിൽ വാഴുമ്പോൾ, അവന്റെ സിംഹാസനം സ്ഥാപിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അടുത്തത് വായിച്ചാട്ട്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അടുത്തത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അടുത്തത്, ലോകം തരുന്നത് പോലെ ലോകം തരുന്നത് പോലെയല്ല. അപ്പോൾ യേശു രാജാവായി വാഴുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആത്മീയ അനുഗ്രഹം യേശുവിന്റെ സമാധാനം. വാഴും ദൈവമക്കളെ, ഒരു രാജാവ് രാജ്യം വാഴും പോലെ പലപ്പോഴും നമ്മൾ അതിന്റെ ആഴം അറിഞ്ഞിട്ടില്ല. ഒരല്പ സമാധാനം മനസ്സിലുണ്ട് എന്നുള്ളതാണ്. ചിലർ പറയാറില്ല, എൻ്റെ സമാധാനം പോയിപ്പോയെന്ന്. അതേലൊന്നും തൊട്ടു കളിക്കാൻ സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുത്. ഈ സമാധാനത്തിന്റെ പിന്നിൽ മശിഹായുടെ പരിശുദ്ധ രക്തമുണ്ട്. ആ രക്തം വന്ന് നിന്റെ സമാധാനത്തെ കെടുത്തിയ പാപത്തെയും ദുഷ്ടതയും കഴുകിയതിന് ശേഷമാണ് ഈ സമാധാനം നിനക്ക് ഹൃദയത്തിൽ തന്നു. ഇനി അടുത്തതായി യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. ഇപ്പൊ ലോകത്തിന് ഒരു പരിധി വരെ മനുഷ്യന് സമാധാനം കൊടുക്കാം സഹോദരങ്ങൾ, നല്ല കാര്യമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ചിലർ ചെയ്യുന്ന നന്മകൾ? അടുത്ത കാലത്ത് കണ്ടില്ലേ, ഒരു കത്തോലിക്ക പുരോഹിതൻ തന്നോടൊപ്പം യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെ കണ്ടു, മനോവേദനയോടെ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം ഒരു ഇസ്ലാമികനാണ്. കാര്യങ്ങൾ അന്വേഷിച്ചു, തൻ്റെ 2 കിഡ്നിയും വീക്കായി പോയി, തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷിയില്ല. ആ പുരോഹിതൻ അദ്ദേഹത്തോട് കരുണ തോന്നി. അടുത്ത ഹോസ്പിറ്റലിൽ പോയി താൻ അതിനെക്കുറിച്ച് പഠിച്ച് തൻ്റെ കിഡ്നിയിൽ ഒന്ന് കൊടുത്ത് അദ്ദേഹത്തിന് സമാധാനം നൽകി. അപ്പോൾ ഒരു പരിധി വരെ ലോകത്തിൽ ഒരു സമാധാനം നിങ്ങൾക്ക് തരാം സഹോദരങ്ങളെ, തരാനൊക്കത്തില്ലെന്നല്ല. ഞാൻ ഒരിക്കൽ നമ്മുടെ ഒരു വിശ്വാസി തൻ്റെ ഭാര്യ കഠിനമായ രോഗത്തിന് അടിമപ്പെട്ടു. തുടർച്ചയായി താൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വളരെ കാലം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സാമ്പത്തികമായി തകർന്നു പോയി. ഗൾഫിൽ ക്രെഡിറ്റ് കാർഡ് എടുത്ത് വലിയ കടക്കാരനായി നാട്ടിൽ വരാൻ നിവൃത്തിയില്ലാതെ താൻ പൊഴിഞ്ഞു. പലപ്പോഴും എന്നോട് പ്രാർത്ഥിക്കണമേ അച്ചായ, പ്രാർത്ഥിക്കണമേ എന്ന് കൂടെ പറയും. പക്ഷേ നിവൃത്തിയില്ലാതെ ഭാരപ്പെട്ടു. തൻ്റെ കുട്ടിക്കാലം മുതൽ തന്നോടൊപ്പം പഠിച്ചൊരു സ്നേഹിതൻ ഇംഗ്ലണ്ടിൽ എവിടെയോ ഉള്ളവനാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ എവിടെയോ പഠിച്ചതാണ്. അദ്ദേഹം എന്തോ കാര്യത്തിനായി ഗൾഫിൽ വന്നു. അപ്പോൾ ഇവിടെ തൻ്റെ പഴയ സ്നേഹിതനുണ്ടെന്ന് അറിഞ്ഞിട്ട് താൻ തന്നെ കാണാൻ ഉടനെ കണ്ടുടനെ കരഞ്ഞു. താൻ ഇദ്ദേഹം ജനിച്ചു വളർന്ന പശ്ചാത്തലവും ഇപ്പോൾ സംഭവിച്ചതും ഒക്കെ കണ്ടിട്ട് ഒരുപാട് കരഞ്ഞു. പോകുമ്പോൾ താൻ തൻ്റെ ഹൃദയാവസ്ഥ പറഞ്ഞു. 2 കുഞ്ഞുങ്ങൾ നാട്ടിലാണ്. അപ്പച്ചനെയും അമ്മയും കണ്ടിട്ട് ഇത്ര വർഷമായി. എൻ്റെ കടഭാരം കൊണ്ട് ഞാൻ വലയുകയാണ് സ്നേഹിത. ഇനി എനിക്കൊരു പ്രതീക്ഷയുമില്ല. മരിക്കുമ്പോൾ എപ്പോഴെങ്കിലും എൻ്റെ ഡെഡ് ബോഡി നാട്ടിൽ കൊണ്ടുപോകാനേ ഒക്കത്തുള്ളൂ. അദ്ദേഹം എന്തൊരു നല്ല സ്നേഹിതനാണെന്നറിയാമോ? അദ്ദേഹം പെട്ടെന്ന് തോളത്ത് കൊട്ടിയിട്ട്, നീ ദുഃഖിക്കാതെ, അതൊരു വലിയ കാര്യമല്ലല്ലോ, എത്ര രൂപയാണ് കടം? താൻ പറഞ്ഞു, എനിക്ക് 10 ലക്ഷം രൂപയാണ് കടം. താൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ചെക്കെടുത്ത് 10 ലക്ഷം രൂപ എഴുതി. എന്നെ 10 നിമിഷം കഴിഞ്ഞിട്ട് വിളിച്ചു. ഞാൻ 8 സഹോദരങ്ങളുള്ള ഒരു കുടുംബത്തിലെ ആളാണ് ചായ. എൻ്റെ കുടുംബത്തിൽ 8 സഹോദരങ്ങളുണ്ട്. അവരാരും എന്നെ കുറിച്ച് ആരാഞ്ഞിട്ടില്ല. ഒരു സ്നേഹിതൻ വഴിയാത്രക്കാരനെ പോലെ എൻ്റെ അടുക്കൽ വന്നു. എന്നോട് ഞാൻ പറഞ്ഞു, നീ ധൈര്യപ്പെട്ടിരുന്നാട്ട്, ദൈവം നീക്കുപോക്ക് തരുമെന്ന് പറഞ്ഞിരുന്നു.
സംഭവിച്ചു കഴിഞ്ഞുടനെ വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് വിശ്വസിക്കാൻ ഒക്കുന്നില്ല ചായ, സംഭവം സത്യമാണോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ ഒക്കുന്നില്ല. അദ്ദേഹം അത്രയും ലക്ഷം രൂപ ഒഴിവാക്കി അടുത്ത കാലത്ത് താൻ വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു. ദൈവമക്കളെ, ഒരു പരിധി വരെ മനുഷ്യന് സമാധാനം കൊടുക്കാൻ മനുഷ്യന് കഴിയും. മനുഷ്യന് ലോകത്തിന് സമാധാനം കൊടുക്കാൻ കഴിയും. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ പറഞ്ഞ വാക്ക് ഏതാണെന്നറിയാമോ? എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല, ലോകത്തിന് എടുത്തു മാറ്റാനും കഴിയത്തില്ല. കർത്താവ് നമുക്ക് നൽകിയ സമാധാനം ഒന്ന് രക്തം ചീന്തി പാപം മോചിച്ച് വിടുതലും വീണ്ടെടുപ്പ് നൽകിയാണ് നിങ്ങൾക്ക് സമാധാനം തന്നത്. രണ്ടാമത്തെ, ഈ സമാധാനം ലോകം തരുന്നത് പോലെയല്ല, നിത്യതയോളം തുടരുന്നതാണ്. മൂന്നാമത്, ഈ സമാധാനത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, ഇത് നദി പോലെ ഒഴുകുന്നതാണ്. യെശയ്യാ പ്രവചനം 48 അധ്യായം 14 വാക്യം ഒന്ന് വായിച്ചാൽ അവിടെ പ്രവാചകൻ പറയുന്നൊരു വാക്ക്, 48:14 വാക്യം വായിച്ചാൽ, അയ്യോ മാത്രം വായിര്, എന്റെ സമാധാനം ഞാൻ നിനക്ക് തരുമെന്ന് വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ പറയുമ്പോൾ ആ സമാധാനത്തിന്റെ പിന്നിൽ ഒരു നദി പോലെ ഒഴുകുകയാണ്. സകല നദികൾക്കും ഒഴുകുവാൻ ഒരു ഉറവിടമുണ്ട് ദൈവമക്കളെ. ഭാരതത്തിലെ പ്രശസ്ത നദിയായ ഗംഗ ഒഴുകുന്നത് ഹിമാലയത്തിൽ നിന്നാണ്. ഇസ്രായേലിലെ പ്രശസ്ത നദിയായ ജോർദാൻ ഒഴുകുന്നത് ഹെർമോനിൽ നിന്നാണ്. നമ്മുടെ കേരളക്കരയിലെ പ്രശസ്ത നദിയായ പമ്പയാർ ഒഴുകുന്നത് അത് ഹിമാലയത്തിന്റെ ഉയരങ്ങളിൽ നിന്നാണ്. ഉയരത്തിൽ നിന്നാണ് നദി താഴ്വരയിലേക്ക് ഒഴുകുന്നത്. ദൈവം യേശു രാജാവായി അവന്റെ സിംഹാസനം നിന്റെ ഹൃദയത്തിൽ സ്ഥാപിക്കുമ്പോൾ, പ്രിയ ദൈവവൈതലേ, നീ ഒരു വലിയ സത്യം അറിഞ്ഞുകൊള്ളണം. അവന്റെ സമാധാനം നിന്റെ ഹൃദയത്തിൽ വാഴും. ആ സമാധാനം വിമോചനത്തോടുകൂടിയുള്ള സമാധാനമാണ്. ആ സമാധാനം നിന്റെ പാപങ്ങളെ ക്ഷമിച്ചുള്ള സമാധാനമാണ്. ആ സമാധാനം ലോകത്തിന് തൊട്ട് കളിക്കാൻ പറ്റുന്നതല്ല. അതിലുപരി ഈ സമാധാനത്തിനൊരു ഉറവയുണ്ട്. 1900 വർഷങ്ങൾക്ക് മുൻപ് ക്രൂശിൽ സമാധാനത്തിന്റെ ശിക്ഷ ഏൽക്കുമ്പോൾ അവിടെ നിന്ന് ഒഴുകി നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നതാണ് ഈ സമാധാനം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. ഈ സമാധാനത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഫിലിപ്പിയ ലേഖനം 4 അധ്യായം 7 വാക്യത്തിൽ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സകല ബുദ്ധിയേയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. അപ്പോൾ യേശു തരുന്ന സമാധാനത്തിന്റെ പ്രത്യേകത സകല ബുദ്ധിക്കും മേളിൽ കയറി നിൽക്കുന്നു. നമുക്കെല്ലാം ബുദ്ധിയുള്ളവരാണ് ദൈവം. ബുദ്ധി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ഓർമ്മയിൽ സൂക്ഷിക്കുന്നത്. ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ഭാവി കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. ഇപ്പോൾ നമുക്കിടയിൽ തന്നെ അവ നിമിത്തം എന്ത് ചെയ്യുന്നു, നിങ്ങൾ പലതിലും ഭയപ്പെടുന്നു. ചിലർ തങ്ങളുടെ ഭാവി കാര്യങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നു. വാഹനം എടുക്കാൻ തുടങ്ങുന്ന ഉടനെ വാഹനം ഇടിച്ചാൽ സംഭവിക്കുന്നവയെ കുറിച്ച് അങ്ങ് ചിന്തിക്കുക. ചിന്തിച്ച് ഇവന്റെ ആയുസിൽ ആ വാഹനം ഓടിക്കാൻ ഇവനെ കൊണ്ട് കഴിയത്തില്ല. ഏതെങ്കിലും ഒരു ചെറിയ രോഗം വന്നു, ഏതെങ്കിലും ഒരു കൊതുക പട്ടിണി കൊണ്ട് നമ്മളെ ഒന്ന് കുത്തി ദേഹം ഒന്ന് തടിച്ചാൽ മതി, ഉടനെ നമ്മൾ തൂത്ത് നോക്കിയിട്ട് ഇത് ക്യാൻസർ ആണോ എന്ന് പേടിക്കും. തൂത്ത് ആന്ധ്രായി കൂടെ പോകുന്ന ക്യാൻസർ ഓട്ടോ പിടിച്ച് ഇവന്റെ കൂടെ കൂടും. ശ്രദ്ധിച്ചിട്ടില്ലേ? കാരണം എന്നറിയാമോ? ഇവന്റെ ബുദ്ധിയാണ് ഈ കുഴപ്പം. നല്ല കാര്യത്തിലൊന്നും ഈ ബുദ്ധി കൊള്ളത്തില്ല. ബുദ്ധി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാ ചിന്തിക്കുന്നറിയോ? ചുമ്മാ തിരുന്ന് മനുഷ്യൻ ചിന്തിച്ച് കളയും. ചിന്തിച്ച് അന്തോ ഇല്ല. തമിഴിലൊരു വാക്കുണ്ട്, ചിന്തിച്ചാൽ അന്തോ ഇല്ല. അടുത്തത്, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തോ ഇല്ല. ശരി. അപ്പൊ നമ്മളെല്ലാം ചിന്തിക്കും, എല്ലാ മനുഷ്യനും ചിന്തിക്കും. ഐസക് ന്യൂട്ടനൊക്കെ ചിന്തിച്ചത് കൊണ്ടാണ് ലോകം ഇത്രയും പുരോഗമിച്ചത്. ചിലരങ്ങനല്ല, ചുമ്മാതിരുന്ന് ചിന്തിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ വന്നേക്കും, ഇങ്ങനെ വന്നേക്കും, അത് രോഗമായേക്കും, അയ്യോ എൻ്റെ ബിസിനസ് തകർന്നേക്കും, എൻ്റെ കുഞ്ഞുങ്ങൾ നശിച്ചേക്കും, എൻ്റെ കുടുംബജീവിതം തകർന്നു പോയേക്കും, എനിക്കൊരു നല്ല ഭർത്താവുണ്ട്, എന്നെയും കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് പൊയ്ക്കളയുമോ, അയ്യോ എനിക്കൊരു നല്ല ഭാര്യയുണ്ട്, എന്നെ നന്നായി സ്നേഹിക്കുന്നു, അവൾ ആയുസ്സിൻ്റെ മധ്യത്തിൽ അനർത്ഥപ്പെട്ട് രോഗത്താൽ മരിക്കുമോ, നീ എന്ത് ഭയപ്പെടുന്നുവോ അതെല്ലാം നിന്നെ വേട്ടയാണ്. എന്നാൽ നീ ഒരു വലിയ സത്യം അറിഞ്ഞാട്ട്, ഈ ഭയത്തിൻ്റെ പിന്നിൽ നിന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. ബുദ്ധി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത്. ബുദ്ധി ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിങ്ങനെ ആഴത്തിൽ ചിന്തിക്കുന്നത്. ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, ബുദ്ധി കൂടാതെ പ്ലസ് കൂർമ്മ ബുദ്ധി എന്നും കൂടെ പറയണം. ബുദ്ധിയുണ്ട്, ഇത് കൂടാതെ പിന്നെന്തുണ്ട്, അവന് കൂർമ്മ ബുദ്ധി ഇച്ചിരി കൂടുതലാണ്.
അവന് ചിന്തിക്കുന്നതിന് അപ്പുറം പോയി ചിന്തിക്കുന്നവരുണ്ട്, ശ്രദ്ധിച്ചാൽ അറിയാൻ. എന്നാൽ ദൈവമക്കളെ, യേശുവിൻ്റെ സമാധാനം വരാമെങ്കിൽ സകല ബുദ്ധിക്കും മീതെ ഏത് കയറി അങ്ങ് കവിയും. നിങ്ങൾ ആ ഒഴുക്കുള്ള ഒരു സ്ഥലത്ത് പോയി ഒരു ചെറിയ തടാകത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങളൊരു കല്ലെടുത്ത് ആ തടാകത്തിലോട്ട് അല്ലെ ആ ഉറവയിലോട്ട് അങ്ങിടണം. എന്നിട്ട് നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഉറവയിലെ വെള്ളം ഇങ്ങനെ പൊങ്ങി 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 വരുന്നതാണ്. അയ്യോ, നമ്മൾ ആ ഉറവയിൽ വെള്ളം ഇട്ടപ്പോഴത്തേക്കിന് വെള്ളം, സ്നേഹിത നീ എന്നോട് ഈ അന്യായം ചെയ്യാമോ എന്ന് ചോദിച്ച് തിരിച്ചൊന്നും ഒഴുകത്തില്ല. നിങ്ങൾ ആ കല്ലെടുത്ത് ഉറവയിലേക്ക് ഇട്ടു, നോക്കി നിന്നോണം. വെള്ളം സൈഡിൽ കൂടെ പോകാൻ ബാലൻസ് ചെയ്യും, ഒക്കത്തില്ലെന്ന് കാണുമ്പോൾ വെള്ളം എന്ത് ചെയ്യുന്നറിയാമോ, പെതുക്കെ പൊങ്ങാൻ തുടങ്ങും. നിങ്ങളിട്ടിരിക്കുന്ന കല്ലിൻ്റെ മേളിക്കൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പൊങ്ങി നമ്മളെ കളിയാക്കിക്കൊണ്ട് പ്ലൂന്ന് ഒഴുകി അങ്ങ് പോകുന്നതാണ്. കാരണം എന്താണെന്നറിയാമോ, നിങ്ങളിട്ട കല്ലിനേക്കാളും 100 കണക്കിനടി ഉയരത്തിലാണ് ഇതിൻ്റെ ഉത്ഭവം. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ സമാധാനത്തെ കെടുത്താറില്ലേ? ശ്രദ്ധിച്ചാട്ടെ സഹോദരങ്ങളെ, എന്തെല്ലാം കാര്യങ്ങളാ മനുഷ്യൻ ചിന്തിക്കുന്നറിയും. നല്ല കാര്യം വല്ലതും ചിന്തിച്ച് ലോകത്ത് നന്മ വന്നാൽ പിന്നെയും കുഴപ്പമില്ല. ചില മനുഷ്യൻ അങ്ങ് ചിന്തിച്ച് പണ്ട് നമ്മുടെ ഒരു അപ്പനെ, ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, ഒരിക്കലെ ഞാൻ കേട്ടിട്ടുള്ള ഒരപ്പനെ ഗ്രാമപ്രദേശത്ത് നിന്ന് താനെ ഒരു പട്ടണത്തിൽ പോയി താമസിക്കാൻ, ബന്ധുവിൻ്റെ വീട്ടിൽ പോയി. രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞ ശേഷം അപ്പന് കിടക്കാൻ ഒരു മുറിയൊക്കെ കൊടുത്തു. അപ്പനെ കിടക്കയിലൊക്കെ കിടന്ന് മേലോട്ട് നോക്കിയപ്പോൾ ഫാൻ കറങ്ങും. അപ്പം പേടിച്ചു, രാത്രിയിൽ ഈ ഫാൻ ഉരുണ്ട് വീണാലേ എൻ്റെ നെഞ്ചും പൊളിച്ചോണ്ട് അത് കറങ്ങും. ബുദ്ധിയല്ല. അപ്പൻ പതിയെ പാമടക്കി പോയി സൈഡിൽ കിടന്നു. ഇച്ചിരി കഴിഞ്ഞ് നോക്കിയപ്പോൾ ചേർന്നൊരു ഭിത്തി നിൽക്കുന്നു. തമ്പുരാനെ, ഇന്ന് രാത്രി ഭിത്തി ഉരുണ്ട് എൻ്റെ മുതുകത്ത് വീണാൽ നാളെ പോക്ക് നടക്കത്തില്ല. ഫാൻ ശല്യമാണ്, ഭിത്തിയും ശല്യമാണ്. അപ്പൻ അവിടുന്ന് പൊതിഞ്ഞ് പുറത്തിറങ്ങി വീട്ടിൽ കിടക്കുന്നില്ല. വീട്ടുകാരറിയാതെ പുറത്തിറങ്ങി മുറ്റത്ത് കിടന്ന് മേളോട്ട് നോക്കിയപ്പോൾ ഒരു കൊത്ത തെങ്ങയിൽ ഒരു തേങ്ങായും ഉണങ്ങിയ മടല് വിരിക്കും. ഇനിയിപ്പോൾ എന്തോ ചെയ്യും? ഇവിടെ കിടന്നാൽ എപ്പോഴാണ് ഉണക്കത്തെങ്ങ വീഴുന്നറിയത്തില്ല. അപ്പൻ അതും പൊതിഞ്ഞു കെട്ടി അടുത്ത സ്ഥലത്ത് പോയി കിടന്നു. മേളോട്ട് നോക്കിയപ്പോൾ 100 കണക്കിന് നക്ഷത്രങ്ങൾ നിൽക്കുന്നു. ഒരെണ്ണം തെറ്റിപ്പോയാൽ പോയില്ലേ? ഒരെണ്ണം വഴുതി വീണാ പോയില്ലേ? ആരോട് പറയാനാണ്? ആരാണ് ഉത്തരവാദി? അപ്പൻ അവസാനം നേരം വെളുക്കുന്നവരെ പായും ചുരുട്ടി കഷത്തിൽ വെച്ച് വീടിന് ചുറ്റും നടന്നു. നീ ചിന്തിച്ച് നിന്റെ ആയുസ് മുഴുവൻ കഴിച്ചു കൂട്ടാമെന്നല്ലാതെ നിനക്കൊന്നും നേടാനൊക്കത്തില്ല. ചിന്തിക്കണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ ആ ചിന്താമണ്ഡലത്തിന് മീതെ യേശുവിൻ്റെ സമാധാനം വാഴും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആ തടാകത്തിൽ കല്ലിട്ടു, അത് നിങ്ങളുടെ ചിന്തയും മനോഭാരവുമാണ്. പെട്ടെന്ന് യേശുവിൻ്റെ സമാധാനം കവിഞ്ഞൊഴുകും. പൗലോസ് എന്ത് പറയുന്നു? ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. യേശു രാജാവ് അവന്റെ സിംഹാസനം നിന്റെ ഹൃദയത്തിൽ സ്ഥാപിക്കുമ്പോൾ, പ്രിയ ദൈവ പൈതലേ, നിനക്ക് കിട്ടുന്നത് യേശുവിന്റെ സമാധാനമാണ്. ഇത് സകല ബുദ്ധിയുടെയും മീതെ കവിഞ്ഞൊഴുകുന്ന പറയും. നമുക്ക് മനുഷ്യ ബുദ്ധിക്കൊക്കെ ഉൾക്കൊള്ളാൻ പാടാണ് ദൈവമക്കൾ. ഈ സമാധാനം ഹൃദയത്തിൽ വരാമോ, ആർക്കും നിങ്ങളുടെ പ്രാണനെ പിടിച്ചുലയ്ക്കാനൊക്കത്തില്ല. 2ാം ലോകമഹായുദ്ധ കാലത്താണോ അതിനു മുൻപാണോ ലാറ്റിൻ അമേരിക്കയിൽ നടന്ന ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു രാജ്യത്തൊരു നിയമമുണ്ട്, അവിടുത്തെ എല്ലാ യൗവനക്കാരും 18 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ ആർമിയിൽ പോയി ചേരണം. ഒരു കുടുംബത്തിൽ 5 കുഞ്ഞുങ്ങളുണ്ട്. കുട്ടിപ്രായത്തിൽ അവരുടെ അപ്പച്ചൻ മരിച്ചുപോയി. അവരുടെ അമ്മ ഈ 5 കുഞ്ഞുങ്ങളെയും ലാളിച്ച് പൊന്നുപോലെ വളർത്തി. അധികം മുമ്പ് രാജ്യത്ത് ശത്രു രാജ്യത്തോട് യുദ്ധമായി. രാജ്യത്ത് നിയമം വന്നു, എല്ലാവരും പട്ടാളത്തിൽ വന്നു ചേരാം. അവർ 5 കുഞ്ഞുങ്ങളും പോയി പട്ടാളത്തിൽ ചേർന്നു. 5 പേരും അവരുടെ പ്രിയപ്പെട്ട അമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവർ യാത്രയായി. അക്കാലത്ത് എന്തെങ്കിലും അനർത്ഥം സംഭവിച്ചാൽ ടെലഗ്രാം വരുന്നത് അവരുടെ ദേവാലയങ്ങളിലാണ്. പുരോഹിതന്മാരാണ് ഈ സന്ദേശം വീടുകളിൽ പോയി അറിയിക്കുന്ന ജോലി. ഒരു ദിവസം പ്രഭാതമായി, ദിനങ്ങൾ പലത് കഴിഞ്ഞു, ഒരു ദിവസം പ്രഭാതമായി ഈ അമ്മ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു പുരോഹിതൻ ദേവാലയത്തിൽ നിന്ന് വരുന്നതുണ്ട്. അമ്മയ്ക്ക് മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഈ മഞ്ഞ കവർ എൻ്റെ കുഞ്ഞുങ്ങളിൽ ആരോ മരിച്ചതാണെന്നറിയാം. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ തുള്ളികൾ വീണുകൊണ്ടേയിരുന്നു. അമ്മ ഓടിച്ചെന്ന് ചോദിച്ചു, അച്ഛാ, ആരാണ് മരിച്ചത്? എൻ്റെ മൂത്ത കുഞ്ഞാണോ മരിച്ചത്? എൻ്റെ 2ാമത്തെ കുഞ്ഞാണോ മരിച്ചത്? എൻ്റെ 3ാമത്തെ കുഞ്ഞാണോ മരിച്ചത്? പറയച്ചാ, 4ാമത്തെ കുഞ്ഞാണോ? അയ്യോ, എൻ്റെ ഇളയ പൊന്നോമനായ അവനാണോ മരിച്ചത്? അദ്ദേഹം അല്പനിമിഷം മൗനമായിരുന്നിട്ട് പറഞ്ഞു, നിന്റെ 5 കുഞ്ഞുങ്ങളും മരിച്ചുപോയി. നിന്റെ 5 കുഞ്ഞുങ്ങളും വെടിയേറ്റ് മരിച്ചുപോയി.
ആ അമ്മ മുഴങ്കാൽ മടക്കി സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, നീ 5 കുഞ്ഞുങ്ങളെ 5 സാഹചര്യത്തിൽ നീ എനിക്ക് തന്നു. അവരുടെ അപ്പച്ചൻ ബാല്യപ്രായത്തിൽ മരിച്ചു. അവർക്ക് ആർക്കും ക്ഷതം വരാതെ ഞാൻ അവരെ വളർത്തി. ഞാൻ അവരെ ആത്മീയരാക്കി വളർത്തിയെടുത്തു. എന്നാൽ ഇപ്പോൾ രാജ്യത്തിന് വേണ്ടി അവർ മരിച്ചു. നന്ദി, തന്നതിന് നന്ദി. 5 പ്രാവശ്യമായി എനിക്ക് തന്ന കുഞ്ഞുങ്ങളെ ഒന്നിച്ച് നീ നിത്യതയിൽ ചേർത്തതിന് നന്ദി. എങ്ങനെ ഈ അമ്മയ്ക്ക് പറയാൻ കഴിഞ്ഞു? ഇതൊരു കെട്ടുകഥയല്ല, ഇത് നടന്ന സംഭവമാണ്. ഇതിന്റെ പിന്നിൽ എന്താണ് അതിന്റെ കാര്യം? പൗലോസ് പറയുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിന്റെ ഹൃദയത്തിൽ വാഴട്ടെ. യേശു നമ്മുടെ രാജാവായി നമ്മുടെ ഹൃദയത്തിൽ വാഴുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്ന് സമാധാനമാണ് ദൈവമക്കളെ. ആ സമാധാനം ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല. ആ സമാധാനം ഒരല്പമായതല്ല, പിന്നെയോ പാവക്കറകളെ കഴുകി നിനക്ക് വീണ്ടെടുപ്പ് തന്ന സമാധാനമാണ്. ആ സമാധാനം നിന്റെ ബുദ്ധിക്ക് മീതെ കവിഞ്ഞൊഴുകി നിന്നെ ഭരിക്കുന്ന സകല പ്രതിസന്ധികളിൽ നിന്നും നിനക്ക് വിടുതൽ തരുന്നതാണ് യേശുവിന്റെ സമാധാനം. ഇന്ന് രാത്രി അവന്റെ സിംഹാസനം നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ആത്മാവ് ഈ രാത്രി നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. കർത്താവിന്റെ സിംഹാസനത്തിന്റെ ആഴങ്ങളാണ് നാം ചിന്തിക്കുന്നത് ദൈവമക്കളെ. യേശുവിന്റെ ഒന്നാമത്തെ സിംഹാസനം അത് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. മഹത്വത്തിന്റെ രാജാവായ ക്രിസ്തു നിങ്ങളുടെ മധ്യേ വാണുകൊണ്ടേയിരിക്കുന്നു. അവന്റെ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുമ്പോൾ ലോകത്തിന് തരാൻ കഴിയാത്ത വലിയൊരു സമാധാനത്തിന് നിങ്ങൾ ഉടമയായിരിക്കും. പ്രിയ ദൈവവൈതലേ, ഇന്ന് രാത്രി സമാധാനം നഷ്ടപ്പെട്ട് ഭയത്തിന് അടിമയായി മനോവേദനപ്പെട്ടതായി പാപഭാരം ചുമന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ കർത്താവായ യേശു വാതിക്കൽ നിന്ന് മുട്ടി വിളിക്കുകയാണ്. യേശുവിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ വരാമോ? ഒരു ദിവസം യേശു കാനാവിലെ കല്യാണ വീട്ടിലേക്ക് പോയി. അവിടെ ഭക്ഷണശാലയിലെ വീഞ്ഞ് തീർന്നു പോയി. ആ ഭവനക്കാർ ഏറ്റവും വ്യാകുലരായിരുന്നു. എന്നാൽ യേശുവിന്റെ സാന്നിധ്യം പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. നിന്റെ അർത്ഥശൂന്യമായ ജീവിതത്തെ ആനന്ദമാക്കി തീർക്കുവാൻ യേശുവിന്റെ സാന്നിധ്യത്തിനെ കഴിയൂ. നീ മദ്യപിക്കുന്ന മദ്യം കൊണ്ടോ, നീ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടോ, നിന്റെ ജഡീക സന്തോഷങ്ങൾ കൊണ്ടോ, നിന്റെ ഭൗമീയമായ സ്ഥാനമാനം കൊണ്ടോ, നിന്റെ ഈ ലോകത്തിലെ സമ്പാദ്യം കൊണ്ടോ നിനക്കൊരിക്കലും സമാധാനം കണ്ടെത്താൻ സാധ്യമല്ല സഹോദരങ്ങളെ. യേശു വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ ചെന്ന യേശുവിന്റെ സാന്നിധ്യം പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ആ കുടുംബത്തിന് ആനന്ദം പകർന്നു. ഒരു നാൾ യേശു ലാസറിന്റെ വീട്ടിലേക്ക് ചെന്നു. ഭക്തനായ ലാസർ മരിച്ചു നാറ്റം വെച്ചു. യേശുവിന്റെ സാന്നിധ്യം കണ്ടുടനെ മാർത്തയും മറിയയും കരഞ്ഞു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ല, അവൻ മരിച്ചു നാറ്റം വെച്ചു. എന്നാൽ ലാസറിനെ പേർ ചൊല്ലി വിളിച്ച് അവന്റെ മരണക്കെട്ടുകളെ അഴിച്ച് അവനെ പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന് കഴിഞ്ഞു. യേശു ഒരു ദിവസം സക്കായിയുടെ ഭവനത്തിലേക്ക് പോയി. സമൂഹം നീചനും ദുഷ്ടനുമായി എഴുതി തള്ളിയ സക്കായി അബ്രഹാമിന്റെ വംശത്തിൽ നിത്യരക്ഷയ്ക്ക് അവകാശിയായി. ഒരു ദിവസം യേശു പത്രോസിന്റെ പടകിലേക്ക് പോയി. രാത്രി മുഴുവൻ അധ്വാനിച്ച പത്രോസ് പറഞ്ഞു, നാഥാ, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എനിക്കൊരു ചെറിയ മീൻ പോലും കിട്ടിയില്ല. നിന്റെ വാക്ക് ഞാൻ കേൾക്കാം. വാതിക്കൽ നിന്ന് യേശു മുട്ടി വിളിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർ നിങ്ങളുടെ ഹൃദയങ്ങളെ യേശുവിന് തുറന്നു കൊടുക്കും? പരിശുദ്ധാത്മാവ് ശക്തിയായി നമ്മുടെ മധ്യേ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, നീ യാദൃശ്യമായി ഇന്ന് രാത്രി ഇവിടെ വന്നതല്ല. ദുഷ്ടത നിന്റെ പ്രാണനെ വേട്ടയാടുകയാണോ? പാപശക്തി നിന്നെ വേട്ടയാടുകയാണോ? ഭയത്തിന്റെ ആത്മാവ് നിന്നെ വേട്ടയാടുകയാണോ? രോഗത്തിന്റെ ശക്തി നിന്നെ വേട്ടയാടുകയാണോ? കർത്താവ് കരുണയുള്ളവനാണ്. കർത്താവ് ദയയുള്ളവനാണ്. അവന്റെ നീതിക്ക് ഒരിക്കലും മാറ്റം വരത്തില്ല. ചില കാര്യങ്ങളൊക്കെ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ദൈവമക്കളെ. ദൈവം ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നു. ഞാനിപ്പോൾ കൊട്ടാരക്കരയുടെ ലോക്കൽ ഉമ്മന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ശുശ്രൂഷ ചെയ്യുന്നത്. അടുത്ത കാലത്തെ അവിടെ ഒരു സഹോദരൻ ഗൾഫിൽ ജോലിയാണ്. അവന്റെ ശബ്ദം അടച്ചു. കുറെ നാളുകളായി അവന്റെ ശബ്ദം അടച്ചടച്ചടച്ച് സംസാരശേഷി നഷ്ടപ്പെട്ടു. കുറെ കഴിഞ്ഞപ്പോൾ അവനെ ഹോസ്പിറ്റലിൽ, അവനൊരു നല്ല ജോലിക്കാരനാണ്, ആ ഗൾഫിലുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. അവിടെ കൊണ്ടുപോകുമ്പോൾ അവന്റെ തൊണ്ടയിൽ 3-4 മുഴകളാണ്. അപ്പോൾ ഡോക്ടേഴ്സ് അതിനെക്കുറിച്ച് റിസർച്ച് നടത്തി 99% ഇത് ക്യാൻസറാണ്.
അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട, നാട്ടിലേക്ക് പൊക്കോളാൻ. അവൻ മനോവേദനയോടെ വന്നു. ഒരു വീട് വെച്ചു, കടഭാരങ്ങൾ തീർന്നിട്ടില്ല, ഭാര്യയും കൊച്ചു 2 കുഞ്ഞുങ്ങളുമുണ്ട്. കൂടിയാൽ 40-45 വയസ്സിനുള്ളിൽ നിൽക്കും. അവൻ കഠിനമായ രോഗം ബാധിച്ചു, ശബ്ദം അങ്ങ് അടഞ്ഞുപോയി. അവൻ്റെ വൈഫ് വളരെ മനോവേദനയോടെ കരഞ്ഞുകൊണ്ടിരുന്നു. ഒരിക്കലും രക്ഷ പ്രതീക്ഷിച്ചില്ല. താൻ ഉമ്മന്നൂർ ഫെയ്ത്ത് ഹോമിലേക്ക് വന്നു. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് എനിക്കൊരു വാക്യം കിട്ടി. മനസ്സ ദുഷ്ടനായി തീർന്നു. യഹോവ മനസ്സെ ശത്രു രാജാവിൻ്റെ കൊടുത്തു. അവർ അവനെ ചങ്ങലയിട്ടുകൊണ്ടുപോയി. എന്നാൽ മനസ്സ കഷ്ടമായപ്പോൾ തന്നെത്താൻ താഴ്ത്തി അവന്റെ പിതാക്കന്മാരുടെ മുഖം അന്വേഷിച്ചു. യഹോവ അവന്റെ ചങ്ങല അഴിച്ച് അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. ഞാൻ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇവൻ എയർപോർട്ടിൽ നിന്ന് നേരെ വന്നത് ഫെയ്ത്ത് ഹോമിലേക്കാണ്. ഞാൻ ചെന്നവന്റെ തോളത്ത് കൊട്ടിട്ട് പറഞ്ഞിട്ട്, ബാബു, നിന്നോട് ദൈവം പറയുന്ന സന്ദേശം ഇതാണ്. നിന്റെ ദുഷ്ടത ഇപ്പോൾ നിനക്ക് പ്രതിയോഗിയായി. മനസ്സെ പോലെ നീ നിന്നെ തന്നെ താഴ്ത്തി നിന്റെ പിതാക്കന്മാരുടെ മുഖം അന്വേഷിച്ചാൽ ചങ്ങല അഴിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരും. അവൻ മുഴങ്കാൽ മടക്കി, ഞാൻ എന്ത് വേണേലും ചെയ്യാൻ പാസ്റ്റപ്പച്ചാന്ന് പറഞ്ഞു. അടുത്ത ദിവസം അവൻ തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ പോയി. അവിടെ ക്യാൻസർ സെന്ററിൽ ചെന്നു. ഗൾഫിൽ ട്രീറ്റ്മെന്റ് ചെയ്ത എല്ലാ പേപ്പറുകളും അവിടെ കാണിച്ചു. അവസാനം ഈ പേപ്പർ എടുത്തു. ഡോക്ടേഴ്സ് നോക്കി, അവന്റെ തൊണ്ടയിൽ മുഴയില്ല. അവന്റെ തൊണ്ടയിൽ ഉണ്ടായിരുന്ന മുഴകൾ അവിടെ ഇല്ല. ഡോക്ടേഴ്സ് പറഞ്ഞില്ലല്ലോ. എല്ലാം എടുത്തു നോക്കി. തന്നെത്താൻ താഴ്ത്തിയാൽ ദൈവം കരുണ ചെയ്യും. ദൈവം മക്കളെ, മനസ്സ് എന്ന രാജാവ് നല്ലവനായിരുന്നു. എന്നാൽ അവൻ ദുഷ്ടനായപ്പോൾ ഒരു പ്രതിയോഗി അവനെതിരേറ്റു വന്നു. എന്നാൽ അവൻ തന്നെത്താൻ താഴ്ത്തി അവന്റെ പിതാക്കന്മാരുടെ മുഖം അന്വേഷിച്ചപ്പോൾ അവന്റെ ശത്രു അവന്റെ മുമ്പിൽ കീഴടങ്ങി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതാണ് നിന്നോട് പറയുന്നത്. നീ യാദൃശ്യമായി ഈ പന്തലിനുള്ളിൽ വന്നതല്ല. കർത്താവ് നിന്നെ ആഴത്തിൽ സ്നേഹിക്കുന്നു. കർത്താവിന്റെ സിംഹാസനം ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിൽ പതിക്കട്ടെ. അവിടെ യേശു രാജാവായി വാഴട്ടെ. ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് പോകാം. ആ കർത്താവിന്റെ സിംഹാസനത്തിന്റെ ഒരു ഭാഗമാണ് നാം ചിന്തിച്ചത്. ഉയർത്തുവന്ന യേശു തന്റെ സിംഹാസനം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ആ സിംഹാസനം നിന്റെ ഹൃദയത്തിലുണ്ടോ? യേശു മുഖാന്തരം എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും നിനക്ക് ലഭിക്കും. ആ സിംഹാസനം നിന്റെ ഹൃദയത്തിലുണ്ടോ? ലോകത്തിന് തരാൻ കഴിയാത്ത വലിയൊരു സമാധാനം യേശു നിന്റെ ഹൃദയത്തിൽ തരും. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്, കഴിയുന്നിടത്തോളം എല്ലാവരും മുഴങ്കാൽമേലിരുന്നാട്ട് കർത്താവായ യേശുവിന്റെ കാൽവറിയെ ധ്യാനിച്ചുകൊണ്ടേ ഇരുന്നാട്ട്. സമാധാനത്തെ സാത്താൻ തൊട്ടുകളിക്കാൻ നീ ഇടം കൊടുക്കരുത്. നീ യാദൃശ്യമായി ഇന്ന് രാത്രി വന്നതല്ല ദൈവവൈതലേ. മനുഷ്യർക്ക് നിന്നെ സഹായിക്കുന്നതിനൊരു പരിധിയുണ്ട്. നിന്റെ സമ്പാദ്യത്തിന് നിന്നെ സഹായിക്കുന്നതിനൊരു പരിധിയുണ്ട്. ശാസ്ത്രത്തിന് നിന്നെ സഹായിക്കുന്നതിനൊരു പരിധിയുണ്ട്. മരുന്ന് ലോകത്തിന് നിന്നെ സഹായിക്കുന്നതിനൊരു പരിധിയുണ്ട്. നിന്റെ സ്നേഹിതർക്ക് നിന്നെ സഹായിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ യേശു നിന്നോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോടുകൂടെ ഇരിക്കാം. നീ തീയിൽ കൂടെ പോകുമ്പോൾ, നീ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ, നീ ഏകാന്തത അനുഭവിക്കുമ്പോൾ, നീ മരണത്താഴ്വരയിൽ കൂടെ പോകുമ്പോൾ, ദൈവവൈതലേ യേശു നിന്നോടുകൂടെയുണ്ട്. ഇന്ന് രാത്രി നമുക്ക് യേശു പറയാം, യേശു എന്റെ രാജാവാണ്. ദാവീദ് രാജാവ് പറഞ്ഞു, യഹോവ എന്റെ രാജാവാണ്, ഞാൻ ഒന്നിനെയും ഭയപ്പെടത്തില്ല. ഭയത്തിന്റെ ആത്മാവ് ഹൃദയത്തെ വിട്ടു പോകട്ടെ. ശുശ്രൂഷകരെ, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഒരുപക്ഷെ കഷ്ടരാത്രികളും വ്യർത്ഥമാസങ്ങളും അനർത്ഥങ്ങളുടെ സമ്മത്സരങ്ങളും ദൈവം നിനക്ക് നിയോഗിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഈ ക്ലേശങ്ങളെല്ലാം നീങ്ങിപ്പോകും. ഈ അനർത്ഥങ്ങളെല്ലാം മാറിപ്പോകും. ഈ കഷ്ടങ്ങളെല്ലാം നീങ്ങിപ്പോകും. നീ നിന്റെ യേശുവിനെ കാണും. അമ്മയെ ആശ്വസിപ്പിക്കുമ്പോൾ നിന്റെ കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് ആത്മാവ് നമ്മുടെ മധ്യേ പന്തന്റെ ഉള്ളിൽ ശക്തിയായി വ്യാപരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എനിക്ക് ആത്മാവിൽ യേശുവിന്റെ സാന്നിധ്യം ദർശിപ്പാൻ കഴിയുന്നു. അവൻ വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. ഇന്ന് രാത്രി നീ വാതിൽ തുറന്നു കൊടുത്താട്ട്. പത്രോസിന്റെ പടകിൽ ചെന്നപ്പോൾ അവന്റെ അധ്വാനത്തിന് ഫലമുണ്ടായി. കാനാവിലെ കല്യാണ
മറിയായുടെ വീട്ടിൽ ചെന്നപ്പോൾ പച്ചവെള്ളം വീഞ്ഞായി. ലാസറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ മരിച്ച ലാസർ ഉയർത്ത യേശുവിനോടുള്ള പന്തിയിലിരുന്നു. യേശു ഗദരദേശത്ത് ചെന്നപ്പോൾ ഭൂതബാധിതന് വിടുതല കിട്ടി. അവൻ വസ്ത്രം ധരിച്ചു യേശുവിന്റെ പാദപീഠത്തിലിരുന്നു. യേശു എരികോവിലേക്ക് പോയപ്പോൾ അന്ധനായവന്റെ കണ്ണു തുറന്നു. അവൻ ദൈവത്തെ സ്തുതിച്ചു. നിന്റെ വിഷയം എന്തു ആയിക്കൊള്ളട്ടെ, ഒരുപക്ഷെ രോഗമാകാം, അല്ലെങ്കിൽ നിരാശയാകാം, അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ചയാകാം, അല്ലെങ്കിൽ മനോവേദനയാകാം, എല്ലാറ്റിനും ഒരു ഭയമാകാം. പാരമ്പര്യമായി നിന്നെ പിൻഗമിക്കുന്ന ഏതെങ്കിലും ശാപശക്തികളായിരിക്കാം. ഇന്ന് രാത്രിയിൽ നിങ്ങൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവേൻ. ദൈവ പൈതലേ, നീ ലജ്ജിക്കത്തില്ല, നീ ഒരിക്കലും ലജ്ജിക്കത്തില്ല. ബലവാനായ ഒരു ദൂതൻ നിന്റെ സൂക്ഷിപ്പുകാരനായി നിന്നോട് കൂടെയുണ്ട്. നിന്റെ പരിശുദ്ധ പിതാവ് നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയപ്പോൾ ബലവാനായ ഒരു ദൂതനോട് പറഞ്ഞു, അവന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ നീ അവനെ കാത്ത് എന്റെ സന്നിധിയിൽ കൊണ്ടുവരണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ മധ്യം ഉണ്ടാകട്ടെ. എത്ര പേർ കർത്താവിന്റെ ആത്മീയ സിംഹാസനം കാണുന്നു? യേശുവിന്റെ ആത്മീയ സിംഹാസനം, സൂര്യനെ കവിയുന്ന പ്രഭയോടെ ഇരിക്കുന്ന യേശുവിന്റെ ആത്മീയ സിംഹാസനം എത്ര പേർ കാണുന്നു? അങ്ങനെയുള്ളവർ, ആത്മാവിൽ ദർശിക്കുന്നവർ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. നമ്മുടെ മധ്യേ യേശു തന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നു. സാറാഫുകൾ അവന്റെ ചുറ്റും പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർക്കുന്നത് കണ്ടാട്ട് ദാനിയേല് കണ്ടതുപോലെ ആ സിംഹാസനത്തിൽ ഒഴുകി വരുന്ന അഗ്നി നദി ഇന്ന് രാത്രി കണ്ടാട്ട് അത് ആത്മാവിന്റെ പകർച്ചയാണ്. നമ്മുടെ ദൈവത്തിനൊരു മഹത്വമുണ്ട്. അവൻ പുകയുന്ന തിരി കെടുത്തിക്കളയുന്ന ദൈവമല്ല, സതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുന്ന ദൈവമല്ല. നീ അവന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി എന്ന് പറഞ്ഞ് നിന്നെ അവൻ എറിഞ്ഞു കളയുന്ന ദൈവമല്ല. നീ മരിച്ചു മൺമറഞ്ഞെന്ന് പറഞ്ഞ് നിന്നെ മറന്നു കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ ശക്തിയായി ആവരിക്കട്ടെ. ആരും അതരമടച്ച് മൗനമായിരിക്കരുത്. ഒരേ ഒരു വാക്കൊന്ന് പറഞ്ഞാട്ട്, എന്റെ യേശു എന്റെ വീണ്ടെടുപ്പാണ്, എന്റെ യേശു എന്റെ നീതിയാണ്, യേശു എന്റെ ശുദ്ധീകരണമാണ്, യേശു എന്റെ ജ്ഞാനമാണ്, എന്റെ യേശു ജീവിക്കുന്നുകൊണ്ട് ഞാനും ജീവിക്കുന്നു. ഹല്ലേലൂയ. ആ ധൈര്യത്തെ നീക്കിക്കളഞ്ഞാട്ട്, ആ ഭയത്തെ നീ ആട്ടിക്കളഞ്ഞാട്ട്, നിനക്കൊന്നിനും പ്രാപ്തിയില്ലായിരിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നിനക്കൊന്നും നേടാനൊത്തില്ലായിരിക്കാം. നീ ആ ചെടി നഷ്ടപ്പെട്ടവനെ, ആ വിത്ത് കിളിർക്കാത്തവനെ പോലെ കർത്താവേ ഞാൻ ശൂന്യനാണെന്ന് നീ പറഞ്ഞേക്കാം. ദൈവവൈതലേ, നിന്റെ സമൃദ്ധി അല്ല ദൈവത്തിന് വേണ്ടിയത്, നിന്റെ പരമാർത്ഥതയാണ് ദൈവത്തിന് വേണ്ടിയത്. ദൈവത്തിന് വേണ്ടിയത് നിന്റെ പരമാർത്ഥതയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് ഈ കോട്ടയം പട്ടണത്തിൽ ആത്മാവിന്റെ പിന്മാരി ദൈവം അയക്കട്ടെ. ഈ കോട്ടയത്തെ അടക്കി വാഴുന്ന പൈശാചിക കെട്ടുകൾ അഴിയട്ടെ. ശാപയോഗ്യരായി മരണയോഗ്യരായി പട്ടണത്തിൽ ജീവിക്കുന്ന ഏവരെയും പരിശുദ്ധാത്മാവ് ജീവങ്കിലേക്ക് കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ദൈവത്തിന്റെ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു,
Ibana katira bana katura.